സുഖാണോ നിങ്ങൾക്ക്? സുഖമായിരിക്കും. സന്തോഷാണോ? ഞാൻ ഇവിടെ കയറിയപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങളെല്ലാവരെയും നിങ്ങൾ എന്നെ കണ്ടിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ നിങ്ങളെ പക്ഷെ എനിക്ക് നിങ്ങളെ കണ്ടപ്പോ വലിയ സന്തോഷം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകത്തില് 33-ാം അധ്യായത്തിലെ മനോഹരമായ ഒരു വചനം. മോശ കർത്താവിനോട് പറയുന്ന ഒരു കാര്യമാണ്. പുറപ്പാട് 33. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം അപേക്ഷിച്ചാൽ നിങ്ങൾ എന്നോട് പിണങ്ങോ? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പിണങ്ങോ? പിണങ്ങോ? ഇല്ല. നിങ്ങൾ മൊബൈലിൽ വചനം എടുക്കരുത്. പിണങ്ങിയോ? നിങ്ങൾ മൊബൈലിൽ വചനം എടുക്കരുത്. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കൽ എന്നോട് പറഞ്ഞു, മോനെ ജോഷുവ ബ്രദറെ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് ഇതിങ്ങനെ പിടിക്കരുത്. കർത്താവ് ഒരിക്കൽ പറഞ്ഞ ഇതിങ്ങനെ പിടിക്കരുത്. ഞാൻ പിന്നെ എങ്ങനെ പിടിക്കും? ഇതിങ്ങനെ പിടിക്കും. ഹല്ലേലൂയ. എന്നിട്ട് ഈശോ വേറെ രഹസ്യം പറഞ്ഞു തന്നു. കയ്യില് വചനമുള്ളവൻ ബൈബിള് കയ്യിൽ പിടിക്കും, ഹൃദയത്തിൽ വചനമുള്ളവൻ ബൈബിള് നെഞ്ചോട് ചേർത്ത് പിടിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കൊറോണ സമയത്ത് ഒരു ചോദ്യം ഞങ്ങളുടെ അച്ഛൻ ചോദിച്ചു. ചോദ്യം ഇങ്ങനെയാണ്: ശ്വാസമാണോ വലുത്, വിശ്വാസമാണോ വലുത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ഭംഗിയുള്ള മനോഹരമായ ചോദ്യമാണ്. ശ്വാസമാണോ വലുത്? നിങ്ങൾ എന്ത് പറയുന്നു? ഏതാ വലുത്? കേൾക്കുന്നുണ്ടല്ല? ശ്വാസത്തിന് നമ്മളെ നിത്യതയിലെത്തിക്കാൻ പറ്റില്ല. വിശ്വാസത്തിന് നമ്മളെ ശ്വാസം പോയാലും നിത്യതയിലെത്തിക്കാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്വാസത്തിന് ഒരു 80 വർഷം വരെയൊക്കെ, 80-90 വയസ്സ് വരെയൊക്കെ ഉള്ളൂ. വിശ്വാസം അതിനപ്പുറത്തും പ്രവർത്തിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ബൈബിളിൽ മൊബൈലിൽ ബൈബിൾ എടുക്കരുത്. നമ്മൾ ഒത്തിരി കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കത്തോലിക്ക സഭ ഇത്രയും വളർന്നിട്ടും, അല്ലെങ്കിൽ മനുഷ്യ ഇത്രയും വളർന്നെന്ന് മനസ്സിലായിട്ടും കത്തോലിക്ക സഭ ഈ ബൈബിൾ നിർത്തിയിട്ട് ഇനി മക്കളെ നിങ്ങൾ മൊബൈലിൽ നോക്കിക്കോ എന്ന് പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ബൈബിളിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. കാരണം ഒത്തിരി വ്യക്തികള് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ, വ്യത്യസ്ത ഇടങ്ങളിൽ, വ്യത്യസ്ത രാജ്യങ്ങളിൽ, വ്യത്യസ്ത സമയങ്ങളിൽ ഇരുന്ന് ദൈവത്തിന്റെ ആത്മാവിൽ എഴുതിയതാണ് ബൈബിൾ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇങ്ങോട്ട് പോരാൻ നേരത്ത് 2 ദിവസം മുമ്പ് ഒരു ബൈബിൾ പുതിയത് മേടിക്കും. കോട്ടാശ്രമത്തിൽ പോയി, രാവിലെ തന്നെ പോയി. അവിടെ ചെന്നപ്പോ ബുക്ക് സ്റ്റോൾ തുറന്നിട്ടില്ല. അപ്പൊ ഞാന് ഒരിടത്ത് കുർബാനയൊക്കെ കഴിഞ്ഞിട്ടാണ് കോട്ടാശ്രമത്തിൽ പോകുന്നത്. അവിടെ ചെന്നാൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് കിട്ടാതെ എനിക്ക് ഭയങ്കര ദേഷ്യം. ഈ ബൈബിളിൽ പഴയതും കൊണ്ട് പോകണ്ടേ. ഞാൻ ഓർത്ത് ദൈവമേ ഇന്നിപ്പോ ഇങ്ങോട്ട് വരണം, പിന്നെ കുറച്ച് സാധനമൊക്കെ മേടിക്കുന്നത്, പിന്നെ നേരം കിട്ടിയെന്ന് വരില്ല. അപ്പോ ഞാനിങ്ങനെ വിഷമിച്ച് പോകും. ഈശോ പറഞ്ഞടാ, ഈ ബൈബിൾ എഴുതാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് ചില മനുഷ്യർ. ഇത് വാങ്ങാൻ നീ ചെറുതായിട്ട് ഒന്ന് കഷ്ടപ്പെടണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കിത് ഇങ്ങനെ ഫ്രീ ആയി കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ വില വേണ്ടത്ര രീതിയിൽ മനസ്സിലായിട്ടില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. കർത്താവിന്റെ പരിശുദ്ധാത്മാവ്, ഞാൻ വചനം പറഞ്ഞിട്ട് അത് പറയാം. സ്പോണ്ടേനിയസ് ആയിട്ട് ചില കാര്യങ്ങളൊക്കെ കർത്താവ് ഇങ്ങനെ വെളിപ്പെടും. അപ്പൊ ഞാൻ ഒരു ദിവസം ഞാനിങ്ങനെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു ഹീലിംഗ് പറഞ്ഞാൽ ഈശോട് പറഞ്ഞു, ഈ വചനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് തിരക്ക് പിടിക്കില്ലേ കർത്താവ്, അത് കഴിഞ്ഞിട്ട് നമുക്കത് പറയാം. അപ്പൊ ചില നേരത്ത്
ഹല്ലേലൂയ. നിങ്ങളുടെ ഈ കഴുത്തിന്റെ പുറകില് ഈ ഭാഗത്ത് വേദനയുള്ളവര്, കഴച്ചിലുള്ളവര് എന്ന് കൈപൊക്കി ഇങ്ങനെ തള്ളുകയാ. ഇത് പറയാൻ ഇങ്ങനെ വലിയൊരു പ്രേരണ തരും. നിങ്ങളുടെ കൈപൊക്കി ഞാൻ പറഞ്ഞിട്ടേ നിങ്ങൾ താഴ്ത്താവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓർക്കും ഈ നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഹല്ലേലൂയ പറയാണ്. നോനോ, അങ്ങനെയല്ല. ഇതൊരു അഭിഷേക വാക്കാ. നമ്മളിത് പറയുമ്പോ ഹീലിംഗ് നടക്കും, ആൻഡ് ഡെലിവറൻസ് വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മള് കരിസ്മാറ്റിക്കാര് തുടങ്ങിയൊരു പണിയല്ല ഇത്. വെളിപാട് 19:6 സ്വർഗത്തിൽ വലിയ സ്വരത്തിൽ ഹാലേലിയ എന്ന ദൈവദൂതര് വിശുദ്ധര് ദൈവത്തെ സ്തുതിക്കുന്നത് യോഹന്നാൻ കാണുകയാണ്, കേൾക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ ഏറ്റെടുത്തത്. ഏറ്റെടുത്തവന്റെ പേരാണെന്ത്? കരിസ്മാറ്റിക്കാരൻ. നമ്മള് ഹല്ലേലൂയ. യേശുവേ നന്ദി. ചോദിക്കട്ടെ, എത്ര നാളായി ചേട്ടാ വേദന തുടങ്ങിയിട്ട്? ഇന്നലെ തുടങ്ങിയ കഴുത്തിന് അല്ല പുറകിൽ. ഓക്കെ. പിന്നെ ചേച്ചി വേദന തുടങ്ങി 2 വർഷമായി. കുറെ കാലം കഴുത്ത് താത്താനും പറ്റില്ല. ഇപ്പൊ വേദന എടുക്കും. വേദനയോട് കൂടി അതല്ലേ? ഓക്കെ. ഒരുപാട് വർഷമായി ചേട്ടാ അവിടെ താഴെ കുറച്ച് വർഷങ്ങളായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് ഇവിടെ പ്രസന്റ് ആണെന്ന്? ഓരല്ലോ എന്താ വിശ്വസിക്കുന്നത്? ഞാൻ ഒരു ദിവസം ഇരിഞ്ഞാലക്കുട ഡോൺ ബോസ്കോ പള്ളിയില് ക്ലാസ് എടുക്കുന്ന കയറുക. അപ്പൊ കയറുന്നതിന് മുമ്പ് എനിക്ക് വചനമൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഈശോട് പറഞ്ഞു, എന്ത് പറയേണ്ട കർത്താവ്? അന്ന് തോളിൽ തട്ടിയിട്ട് കർത്താവ് പറഞ്ഞാൽ പറയാനുള്ളത് കയറി നിൽക്കുമ്പോൾ കിട്ടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ഹല്ലേലൂയ. ഓക്കെ, ഞാൻ കൈ താഴ്ത്തുക. ഞാൻ ഈ വചനം പറഞ്ഞ് നമുക്ക് അതിലേക്ക് വരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാ മതി. ബൈബിൾ ഉള്ളവര് തുറന്ന് വായിച്ചോ, അല്ലെങ്കിൽ തുറന്ന് കേട്ടോ, കണ്ണ് തുറന്ന് കണ്ട് കേട്ടോ. മൊബൈൽ ഉള്ളവര് മൊബൈൽ താഴെ വെച്ചോ. വിഷമമൊന്നുമില്ലല്ലോ? തുറന്ന് പറയും. ഉണ്ടോ? ഉണ്ടോ? വിഷമായോ? ഇത് മിണ്ടുന്നില്ലല്ലോ. വിഷമായോ? ഉറക്കം പറ. വിഷമായോ? നിങ്ങൾക്ക് വിഷമായാലും എനിക്ക് യാതൊരു വിഷമവും ഇല്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ചേച്ചി വന്നേ. ചേച്ചിന്റെ കർത്താവ് ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചേക്കാം. അപ്പൊ ഇവിടെ വെച്ചു നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സഹോദരിയുടെ ഈ ചേച്ചിയുടെ കഴുത്തിന് വേദന മാറും. ഹല്ലേലൂയ. അടുത്ത ബുധനാഴ്ച ശ്രദ്ധിച്ച, അടുത്ത ബുധനാഴ്ച മാറണം എന്നല്ല. എപ്പോ മാറണം? ഇപ്പൊ. ഈ രാഷ്ട്രീയ പ്രസംഗവും ഈ ബൈബിളിന്റെ പ്രസംഗം തമ്മിൽ വ്യത്യാസം എന്താണ്? ഒരു പനക്കിലച്ഛൻ ഒരു 12 വയസ്സുള്ള ഒരു അക്രൈസ്തവ കുട്ടിയോട് വെച്ച്, മോളെ ഈ ബൈബിളും മറ്റു മതഗ്രന്ഥം തമ്മിലുള്ള വ്യത്യാസം എന്താ? അവള് പറഞ്ഞ, അച്ഛാ മറ്റു മതഗ്രന്ഥം വായിക്കുമ്പോൾ എഴുതിയവൻ കൂടെ കാണില്ല, ബൈബിൾ വായിക്കുമ്പോ എഴുതിയവൻ കൂടെ കാണും. നിങ്ങൾ വേറെ ഏത് ഗ്രന്ഥം എടുത്ത് വായിച്ചോ, എഴുതിയ വ്യക്തി ഗ്രന്ഥകർത്താവ് കൂടെ വരും. നിങ്ങൾ ഇവിടെ നിന്ന് ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ അയാൾ ഇവിടെ ഉണ്ടാവും. നിങ്ങൾ ബൈബിൾ വായിക്കി ഇൻ പ്രസന്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോ കഴുത്ത് തിരിക്കുമ്പോ വേദനയാണ് അല്ലേ? വേദനയാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ കർത്താവ് സുഖപ്പെടുത്തുന്നു? വിശ്വസിച്ചാലേ ഇത് നടക്കുള്ളൂ. ഹല്ലേലൂയ. കാരണം നമ്മൾ അധ്വാനിച്ചൊന്നും ചെയ്യുന്നല്ല, നമ്മൾ വിശ്വസിക്കുകയാണ്. രക്തസ്രാവക്കാര് വിശ്വസിച്ചു, ഞാൻ തൊട്ടാൽ ഞാൻ സുഖപ്പെടും. വിശ്വസിച്ച് തൊട്ടതുകൊണ്ട് അവൾ സുഖപ്പെട്ടു. ബാക്കി ഒത്തിരി പേര് തൊട്ടു, അവരാരും കിട്ടിയില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഉറക്കൊരു 3 വട്ടം യേശുവേ എന്ന് വിളിച്ച് നിങ്ങൾ ഹല്ലേലൂയ വിളിക്കുന്നതിന്റെ 10,000 മടങ്ങ് ശക്തിയാണ് യേശുവേ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ. മാലാഖമാര് യേശുവിനെ സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് ഹല്ലേലൂയ. അപ്പൊ നമ്മൾ യേശുവിനെ തന്നെ വിളിക്കുകയാണ്. അപ്പൊ ഇതിനേക്കാളും വളരെ വളരെ എഫക്റ്റീവ്. ഹല്ലേലൂയ. വിളിച്ചേ കേൾക്കാൻ പറ്റുന്നില്ല. യേശുവേ 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 പോരാ. യേശുവേ 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 പോരാ. യേശുവേ 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 പോരാ. യേശുവേ യേശുവേ നിങ്ങൾ യേശുവേ വിളിച്ച് വിളിച്ച് കർത്താവ് തൊടണം. ഡൊമിനിക്കച്ചൻ പറയും, വിളിച്ചാ വരില്ല ദൈവം, നിലവിളിച്ചാലേ വരൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചുമ്മാ വിളിച്ചാൽ, അത് സാധാരണ എല്ലാവരും വിളിക്കുന്ന, വിളിച്ചാ വരില്ല, നിലവിളിക്കണം. ഒന്നോട് ഉറക്കെ വിളിച്ചേ. യേശുവേ 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 ഒറ്റ വിളി വിളിച്ചാൽ യേശുവേന്ന്.
യേശുവേ പോരാ, യേശുവേ ജീവിക്കുന്ന യേശുവേ ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ യേശുവേ സഹോദരിയുടെ രോഗപീഠകളോട് കൽപ്പിക്കുകയാണ്. മേലേക്ക് നോക്കി, താഴേക്ക് നോക്കി, കഴുത്ത് മാത്രം തിരിച്ച്. വേദനയുണ്ടോ? ഉറക്കം കേട്ടില്ല. കണ്ണടച്ചിട്ട് ഇരിക്കുന്ന ചേട്ടൻ കേട്ടില്ല. കണ്ണു തുറന്നിരുന്നേ. നല്ല ഷർട്ട് ഞാൻ ഇവിടെ ഇട്ട് നിന്നിട്ട് നിങ്ങൾ അവിടെ ഇവിടെ നോക്കി എന്നെ നോക്കിയിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ വേദനയുണ്ടോ? ഇല്ല. ഒന്നുകൂടെ തിരിച്ചേ. ഈശോ ഒരിക്കൽ പറഞ്ഞു, നീ തൊടണോ ഞാൻ തൊടണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇങ്ങോട്ട് നീന്നിട്ട് പറഞ്ഞു, ഞാൻ തൊടുന്നില്ല, നീ തൊട്ടാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ടവരെ, ഇത് കഥയല്ല, ബൈബിൾ കഥയല്ല, ബൈബിൾ ലൈവാണ്. ഹല്ലേലൂയ. പറയുന്നിടത്ത് മർക്കോസ് 16:20 ഒരു വചനമുണ്ട്. നിങ്ങൾ കാണാതൊക്കെ പഠിച്ചത് നല്ലതാ. മർക്കോസ് 16:20 വചനം പറയാണ്. 16 അധ്യായമുള്ള 20 വാക്യം അവസാനത്തോടുകൂടി പറയാണ്. മർക്കോസ് എഴുതാണ്, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനത്തെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. മർക്കോസ് അത് പറഞ്ഞ് അവസാനിപ്പിക്കുക. മർക്കോസ് പറയാണ്, കർത്താവ് അവരോട്, ആരോട്? ഈശോയിൽ വിശ്വസിച്ച് ശുശ്രൂഷ ചെയ്യുന്നവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് വചനം സ്ഥിരീകരിച്ചു. ഹല്ലേലൂയ. നന്നായിട്ട് തിരിച്ചേ. ഇങ്ങനെ യേശുവെന്ന് വിളിച്ചു. വേറെ ആരും വിളിച്ചിട്ട് വലിയ കാര്യമില്ല. വേദനയുണ്ടോ? ഭർത്താവ് വന്നിട്ടുണ്ടോ? ഒറ്റയ്ക്ക് വന്നേ? നമുക്ക് ശബ്ദം ഉണ്ടോ? ഇതിൽ കൂടുതൽ ശബ്ദം ഉണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് അതിനെയാ അമ്മയെ പരിചയമുണ്ടോ? ആദ്യമായിട്ട് വരുവാ? വചനം പറയാനായിട്ട് വന്നിട്ട്. വചനം പറയാൻ വന്നു. വചന പ്രഘോഷില്ല. ഇതിനുള്ള ആൾക്കാരുണ്ടാവണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഞാൻ ഷെയ്ക്കിന്റെ കൊടുത്ത് ഞങ്ങൾക്ക് ആരും ഷെയ്ക്കിന്റെ തരാറില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ. അപ്പൊ ഈശോ എന്ത് സുഖപ്പെടുത്തി? ഒന്ന് കൈയടിച്ച് കർത്താവിനെ നമ്മളൊക്കെ. ഈ വചനം പറയുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? കൈ ഉയർത്തിയതില് നിങ്ങൾ നോക്കിക്കേ. വചന പ്രഘോഷകന് പ്രിവിലേജ് കൂടുതല, പ്രയോറിറ്റി കൂടുതൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ മുഴുവൻ കർത്താവിന്റെ മുമ്പിൽ വെക്കുന്നവനാണ് സുവിശേഷകൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ദൈവം നോക്കും, ഇവന്റെ പ്രശ്നം ആര് പരിഹരിക്കും? വിഷയം മാറുന്നില്ല, നമ്മൾ തുടങ്ങിയില്ല. ഇനി നിങ്ങൾ ബൈബിള് ആരുടെ കാര്യമില്ല. നല്ല കാര്യമാണ്. നിങ്ങൾ പ്രൊട്ടസ്റ്റന്റ് സഭകളിലൊക്കെ ഇടയ്ക്ക് ഒന്ന് പോയി നോക്കണം കേട്ടോ, നല്ലതാ. നമുക്കൊന്ന് നോക്കാം. ഈ ബൈബിൾ വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 33-15 മുതൽ വാക്യം. ആമുഖമാണ്, ഞാൻ വിഷയത്തിലേക്ക് വന്നിട്ടില്ല. ഞാൻ ഈ വചനം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് എന്നെ പരിചയം ഉണ്ടാകാൻ വഴിയില്ല, പേര് മാത്രമല്ല ഇത് പറഞ്ഞോളൂ, ബാക്കി ഞാൻ പരിചയപ്പെടാം. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ മതി. വചനം കേൾക്കുമ്പോൾ കാതൊക്കെ തുറക്കും. ദൈവം കാത് തുറന്നു തരും, ഹൃദയം ജ്വലിപ്പിച്ചു തരും. എമൗസിലേക്ക് പോയി ശിഷ്യരുടെ ഹൃദയമൊക്കെ വചനത്താൽ ജ്വലിപ്പിച്ചു കർത്താവ്. ഓക്കെ, ശ്രദ്ധിക്കും. 15-ാം വാക്യം, പുറപ്പാട് 33. മോശ പറഞ്ഞു, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് പോരുന്നെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ വെളിപ്പെടും? അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൈസ്തവൻ വ്യത്യസ്തരാകുന്നത് ദൈവം കൂടെ നടക്കുമ്പോഴാണ്.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ വേഷം മാറിയത് കൊണ്ടോ ജോലി മാറിയത് കൊണ്ടോ ശമ്പളം മാറിയത് കൊണ്ടോ ഒന്നും വ്യത്യസ്തനാവുന്നില്ല. കാരണം ഇതേ ശമ്പളം മാറിയിട്ട് അല്ലെങ്കിൽ ശമ്പളം കൂടിയ വ്യത്യസ്ത വസ്ത്രം ധരിക്കുന്ന, സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന ഒത്തിരി പേര് ലോകത്തുണ്ട്. പക്ഷെ ദൈവം കൂടെ നടക്കുമ്പോ നമ്മളിൽ ഒരു ചേഞ്ച് മറ്റുള്ളവർ കാണും. ഹല്ലേലൂയ. ഈശോ പറയാണ്, നീ കൂടെ വന്നാ ഞങ്ങൾ വ്യത്യസ്തരായി, നീ വന്നില്ലേ ഞങ്ങൾ സാധാരണ ജനമുള്ള, ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് പോന്നേലോ ഈജിപ്തുകാരെ പോലെ തന്നെയായി. അതുകൊണ്ട് ദയവായി അന്ന് ഞങ്ങളുടെ കൂടെ വരണം. 17-ാം വാക്യം ദൈവം പറയാണ്, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും 14 നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ വാശി പിടിക്കുകയാണ്, കർത്താവ് നീ വരണം, നീ വന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തിനു കൊള്ളാം, നീ കൂടെ ഉള്ളത് കൊണ്ടാണ് ഞങ്ങളുടെ മറ്റുള്ളവർക്ക് ഭയം, ഞങ്ങളുടെ യാത്ര ഭംഗിയാകുന്നത് നീ കൂടെ ഉള്ളത് കൊണ്ട്. അതുകൊണ്ട് നീ വരാതിരിക്കരുത്, നീ മറ്റാരെയും പറഞ്ഞു വിട്ടിട്ട് കാര്യമില്ല, നീ തന്നെ ഞങ്ങളുടെ കൂടെ വരണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശ ഇവിടെ വാശി പിടിക്കുക. സത്യത്തില് ഇത് ശരിക്കും വായിച്ച് നമുക്കൊരു കാര്യം മനസ്സിലാവും, മോശ വാശി പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതായത് മോശ വാശി പിടിച്ച് ദൈവത്തോട് പറയണം, കർത്താവേ നീ കൂടെ. അതിന് സമാനമായ ഒരു ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു ഭാഗമുണ്ട്. ലൂക്കാ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തില് 31 മുതൽ വചനം ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. എമാവുസിലേക്ക് 2 പേര് പോയി. കർത്താവ് അവരുടെ കൂടെ നടന്നു. നമുക്ക് സാഹചര്യമൊക്കെ ഏകദേശം അറിയാം, പശ്ചാത്തലമൊക്കെ അറിയുന്നതാണ്. ഈശോ അവരുടെ കൂടെ നടന്നു. അവരെ കൂടെ നടന്നിട്ട് കർത്താവ് ഒന്നും അറിയാത്ത രീതിയിൽ ചോദിച്ചു, നിങ്ങൾ എന്തിനെ കുറിച്ച് സംസാരിക്കും? അവര് പറഞ്ഞു, ഈ നാളുകളിലൊന്നും ഈ ദിവസങ്ങളിലും ഈ ഇസ്രായേൽ ജെറുസലേം നടന്ന കാര്യം അറിഞ്ഞില്ലേ? എന്താ, ഒരു പ്രവാചകനുണ്ട്. അങ്ങനെ യേശുവിനെ കുറിച്ച് അവർ പറയാം. പറഞ്ഞു കഴിഞ്ഞിട്ട്, ഇനി നിങ്ങൾ ബൈബിൾ ഉള്ളവരൊന്ന് വായിക്കണം, അത് വായിച്ചാൽ അതിന്റെ ഒരു അഭിഷേകം വരൂ. ദയവായി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, നിങ്ങൾ അടുത്ത ഞായറാഴ്ചയെങ്കിലും വരുമ്പോ നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടെങ്കിൽ റോയി ബ്രദറെ കുറിച്ച് ബൈബിൾ വായിച്ചു വയ്ക്കുന്ന ദയവായിട്ട് കൊണ്ടുവരാത്തവർ. കാരണം ഞാൻ ഈ ബ്രദറും കൂടി വന്നപ്പോ ലിഫ്റ്റില് ഞാൻ ഈ ബൈബിൾ ഇങ്ങനെ നെഞ്ചിൽ ചേർത്ത് പിടിച്ചതാ. അത് കണ്ടപ്പോ ഒരാള് തിരിച്ചിട്ട് ചോദിച്ചു, ആരാ, എന്തോ ചോദിക്കാനുണ്ട്. അപ്പോ ബ്രദർ പറഞ്ഞു, ചോദിച്ചോ. അയാളെന്തോ ചോദിച്ചു, 2-3 കാര്യങ്ങളൊക്കെ ചോദിച്ചു. അത് ചോദിക്കാൻ ആ മനുഷ്യന് പ്രേരണയായത് ഈ ബൈബിൾ എന്റെ കൈ കണ്ടെത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണ ഒരു മനുഷ്യനാക്കി എന്നെ മാറ്റുന്നത് ദൈവവചനമാണ്. ഞാൻ ഇതിങ്ങനെ നെഞ്ചി ചേർത്ത് പിടിച്ചപ്പോ വിളിച്ച് പള്ളിയിൽ പ്രസംഗിക്കാൻ പോവാണ്. ആ മനുഷ്യൻ അത് ചോദിക്കാൻ കാരണം എന്റെ കയ്യിൽ ഒരു ബൈബിള് കണ്ടു. കേരളത്തിൽ ബൈബിള് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, പ്രൊട്ടസ്റ്റന്റുകാരനാണോ എന്ന് ചോദിക്കും. കാരണം കത്തോലിക്കിന്റെ കയ്യിൽ ഈ സാധനം കാണാൻ വളരെ അപൂർവമാണ്. ഹല്ലേലൂയ. ഓക്കെ, ലൂക്കാ സുവിശേഷം 24-ാം അധ്യായം, 24-ാം അധ്യായമേ ഉള്ളൂ. 24-ാം അധ്യായത്തിന്റെ 28 മുതൽ വാക്യം ഉള്ളവര് ഒന്ന് വായിക്കാമോ? അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാവട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. ശ്രദ്ധിച്ച് കേൾക്കണേ. എത്തേണ്ടിരുന്ന ഗ്രാമത്തോടടുത്തപ്പോ അവൻ യാത്ര തുടരുകയാണെന്ന് ഭാവിക്കുക. എങ്ങനെ നടക്കാൻ വേണ്ടി ഭാവിക്കുകയാണ്. അടുത്ത് വായിച്ചേ. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോടുകൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോട് താമസിക്കുവാൻ കയറി. മതി, എത്രയും മതി. അങ്ങനെ മുന്നോട്ട് പോകുന്നതായിട്ട് കർത്താവ് കാണിക്കുക. പോകാൻ വേണ്ടിയിട്ടല്ല, പിന്നെ എന്തിനാ ഇവര് വിളിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ഭാവിക്കുകയാണ്, ഞാൻ പോവാണ് കേട്ടോ. എന്തിനാ വിളിച്ചാൽ കയറാം. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ കൂടെ താമസിക്കാൻ കയറി. ഉടനെ കർത്താവ് ആദ്യം മുമ്പേ ചാടിക്ക് വരും. അതിന്റെ അർത്ഥം കർത്താവിന്റെ ഉള്ളിൽ ഇവരെ കൂടെ ഒന്ന് താമസിക്കണം. ഹല്ലേലൂയ. നേരത്തെ ഞാൻ പറഞ്ഞ വചനം, കർത്താവിന് ആഗ്രഹമുണ്ട് എന്ത്? മോശയുടെയും ഇസ്രായേൽ ജനത്തിന്റെ കൂടെ നടക്കണമെന്ന്. തന്റെ പ്രിയപ്പെട്ട ജനത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ വല്ലാണ്ട് കൊതിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. കർത്താവ് അങ്ങ് എപ്പോഴും എന്റെ കൂടെയുണ്ടോ? ഈശോ പറഞ്ഞു, ഞാൻ എപ്പോഴും നിന്റെ കൂടെയുണ്ടോ? റീത്ത ചോദിച്ചു, അതിന്റെ കർത്താവ് എപ്പോഴും എന്റെ കൂടെ നടക്കണം? ഈശോ പറഞ്ഞു, നീ ധാരാളം കുറവുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് എല്ലാ സമയത്തും ഞാൻ നിന്റെ കൂടെ കാണും. ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, എന്നോട് വിവിധ സ്ഥലങ്ങളിൽ വെച്ച്, വിവിധ ഘട്ടങ്ങളിൽ വെച്ച് കർത്താവ് സംസാരിച്ചു. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, പറയാൻ എനിക്ക് മടിയുണ്ട്. എന്നാലും
ബാത്റൂമിൽ ഇരിക്കുമ്പോഴും സംസാരിക്കുന്ന ഞാൻ കേട്ടോ. എനിക്കറിയില്ല അത് പറയുന്നത് എങ്ങനെയാണ്. അതായത് പല സന്ദർഭങ്ങളിലും നമ്മൾ ചിന്തിക്കാത്തടത്തൊക്കെ കർത്താവ് സംസാരിക്കാറുണ്ട്. ഓർമ്മ ദൈവത്തിന് ഒരു മാന്യതയൊക്കെ വേണ്ടേ? നോക്കിയിട്ട് അങ്ങനെ ഒരു മാന്യതയൊന്നും കർത്താവിന് കണ്ടില്ല. ഏത് സമയത്തും ദൈവം നമ്മുടെ കൂടെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ മോശ പറയാണ്, കർത്താവെ കൂടെ വരുവോ? അങ്ങ് വന്നാ ഞങ്ങള് ലോകത്തിൽ വെച്ച് മറ്റുള്ള ജനത്തിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. ഉടനെ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവം സഞ്ചരിക്കുന്ന വ്യക്തി കുടുംബം വ്യത്യസ്ത കുടുംബമായിരിക്കും, വ്യത്യസ്ത വ്യക്തിയായിരിക്കും. അത് സാധാരണ ഒരു വ്യക്തിയെ അല്ല. ആ മനുഷ്യന്റെ നടപ്പിൽ, സംസാരത്തിൽ, ഇരിപ്പിൽ എല്ലാത്തിലും ഒരു ചേഞ്ച് കാണും. മറ്റുള്ളവരെ അതിശയത്തോടെ നോക്കി ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്യുന്നു? എന്താണ് നിങ്ങളുടെ ജോലി? എന്താണ് നിങ്ങളുടെ പേര്? നിങ്ങൾ എവിടെ നിന്ന് വരുന്നു? ഹല്ലേലൂയ. ചോദിക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നത് അയാള് ഈ വ്യക്തിയിൽ എന്തൊരു വ്യത്യസ്തത, മറ്റു മനുഷ്യരിൽ നിന്ന് എന്തൊരു വ്യത്യസ്തത ഇയാളിൽ കണ്ടെത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓരെല്ലാം ഒരു അഭിഷേകം എന്തോ ഒരു ബ്ലോക്ക് ആവും. നിങ്ങൾ സ്വിച്ച്. ഹല്ലേലൂയ. എന്റെ വീട്ടിലേക്ക് വരുമോ? ഈ ബാക്കി ശക്തി ഒന്ന് 10 ശക്തി നിങ്ങളിലേക്ക് വായിച്ചിട്ട് നമുക്ക് ഞാൻ എന്റെ ജീവിതത്തെ ഒന്ന് നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കാം. ദൈവപ്രവർത്തനം 23:14. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം നമ്മുടെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്ന ദൈവമാണ്. അങ്ങനെ ദൈവം നടന്നാൽ നമ്മൾ വ്യത്യസ്തരായിരിക്കും, ജീവിതം വ്യത്യസ്തമാകും. നമ്മളായിരിക്കുന്ന ഇടങ്ങളൊക്കെ ഒരു വ്യത്യസ്തതയുണ്ട്, അസാധാരണത്വം വെളിപ്പെടും. അല്ലെങ്കിൽ മറ്റുള്ളവർ നോക്കുമ്പോൾ സാധാരണ മനുഷ്യനെയല്ല, ഒരു അസാധാരണ മനുഷ്യൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരു കുഴപ്പമുണ്ടെന്നാണോ? ദൈവം കൂടെ നടക്കണമെങ്കിൽ സാധാരണ ഒരു മനുഷ്യന്റെ കൂടെ ദൈവം നടക്കില്ല. ദൈവം കൂടെ നടക്കുമ്പോ ആ വ്യക്തി വ്യത്യസ്തനാണ്. ഞാൻ പറഞ്ഞു,
ദൈവം കൂടെ നടക്കണമെങ്കിൽ പഴയ നിയമം പുതിയ നിയമമൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിശുദ്ധി നമ്മിലുണ്ടാകണം. ഹല്ലേലൂയ. നമ്മൾ നമ്മിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നല്ല, ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മിലേക്ക് വരുന്ന ഒഴുകി വരുന്ന ഒരു വലിയ കൃപയുടെ പേരാണ് വിശുദ്ധി. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊരിക്കലും തന്നെ വിശുദ്ധീകരിക്കപ്പെടാൻ പറ്റില്ല. നമ്മൾ എത്ര നന്നായി എന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ശരീരത്തിൽ പാവമുണ്ട്, നമ്മുടെ ഉള്ളിൽ പാവമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. 3 വർഷം കൊണ്ട് നടന്നിട്ട് കർത്താവ് പത്രോസിന്റെ കാലിന്റെ ചുവട്ടി പോയിരുന്നിട്ട് കാല് കഴുകാൻ തുടങ്ങി. പത്രോസ് പറഞ്ഞു, അരുത് കർത്താവേ, ചെയ്യരുത്. ഈശോ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, ഞാൻ കഴുകുന്നില്ലെങ്കിൽ ഞാനും നീയും തമ്മിലുള്ള ബന്ധം ഇപ്പൊ തീരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നുവെച്ചാൽ കർത്താവ് കഴുകാതെ നമ്മൾ നന്നാകില്ല. ഇന്നലെ ചെറിയ രീതിയിലൊക്കെ വിശുദ്ധിയുടെ ഒരു ഭാഗങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. വിഷയം അതല്ല, വേറെ ഒന്നിലേക്ക് ഇങ്ങനെ പോവാ. എനിക്കറിയില്ല, കാറ്റടിക്കുന്നതനുസരിച്ച് ഞാൻ ഇങ്ങനെ പോകും. എനിക്ക് പ്രത്യേകിച്ച് ഇന്നൊരു സബ്ജക്ട് ദൈവം തന്നില്ല. കയറി നിൽക്കുമ്പോൾ കിട്ടുമെന്നുള്ളത് മാത്രമാണ്. ഇന്ന് കൂടുതൽ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഹീലിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ദൈവം കൂടെ നടക്കണമെങ്കിൽ വിശുദ്ധി വളരെ അത്യാവശ്യം. ക്രൈസ്തവ ആത്മീയത എന്ന് പറഞ്ഞാൽ, ബെനഡിക്ട് മാർപ്പാപ്പ ഒരിക്കൽ പറഞ്ഞു, കുറെ ആദർശങ്ങളുടെ സമാഹാരമല്ല ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഏതാണ് വ്യക്തി? യേശു എന്ന വ്യക്തിയെ കണ്ടുമുട്ടലാണ് ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ബൈബിള് വായിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഒരു വ്യക്തിയെ കാണാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു വ്യക്തിയിലേക്ക് എത്തുന്നില്ലെങ്കിൽ നമ്മുടെ ആത്മീയത ദൈവം ആഗ്രഹിക്കുന്ന ഒരു ആത്മീയതയല്ല. ഹല്ലേലൂയ. നമുക്ക് യേശുവിലേക്ക് എത്താൻ പറ്റണം. മറ്റു മതഗ്രന്ഥം ഒത്തിരി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ബൈബിൾ യേശുവിനെ മാത്രമേ അവതരിപ്പിക്കുന്നു. ഹല്ലേലൂയ. അവനെ കുറിച്ച് മാത്രം പറയപ്പെട്ട ഗ്രന്ഥമാണ് ബൈബിൾ. ഹല്ലേലൂയ. നമുക്ക് ഒരൊറ്റ രാജാവേ ഉള്ളൂ, ഒരൊറ്റ നേതാവേ ഉള്ളൂ, ഒരൊറ്റ ദൈവമേ ഉള്ളൂ. അവന്റെ പേര് യേശു എന്നാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി ദൈവങ്ങളില്ല, ഒത്തിരി ആദർശങ്ങളില്ല, ഒത്തിരി വ്യാഖ്യാനങ്ങളില്ല. നമുക്ക് ഒരൊറ്റ കാര്യമേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. ഹല്ലേലൂയ. ബെനഡിക്ട് മാർപ്പാപ്പ അസന്നിഗ്ധമായിട്ട് പറയാ, വലിയ ജ്ഞാനിയായിരുന്നു മാർപ്പാപ്പ. അദ്ദേഹം പറയാണ്, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയെ കണ്ടുമുട്ടലാണ്. യേശുവിനെ നീ കണ്ടുമുട്ടും. തോമസ് അക്വിനാസ് പറയാണ്, നേരായ വഴിയിൽ ദൈവത്തെ തേടുന്നവൻ യേശു ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കും. ഹല്ലേലൂയ. നേരായ മുൻധാരണയില്ലാതെ, മുൻവിധിയില്ലാതെ നീ ദൈവത്തെ അന്വേഷിച്ചാൽ യേശു ക്രിസ്തുവിൽ നീ ദൈവത്തെ കണ്ടെത്തിയിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഉള്ളിൽ കുറെ കാര്യങ്ങൾ വെച്ചിട്ടൊന്നും അന്വേഷിക്കരുത്. നമ്മള് ഫ്രീ ആയിട്ട് തന്നെ അന്വേഷിക്കുക, ആരാണ് ഈ ദൈവം എന്ന് അന്വേഷിച്ചാൽ നമുക്ക് കർത്താവിനെ കണ്ടെത്താൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് വായിക്കാം നിയമാവർത്തനം 23:14. നിങ്ങൾ കേട്ടാ മതി, ബൈബിളില്ലല്ലോ, കേട്ടാ മതി. നിന്നെ സംരക്ഷിക്കാനും നിന്റെ ശത്രുവിനെ നിനക്ക് ഏൽപ്പിച്ചു തരാനുമായി ദൈവമായ കർത്താവ് പാളയത്തിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. ശുചിത്വമില്ലാത്ത എന്തെങ്കിലും നിങ്ങളുടെ ഇടയിൽ കണ്ടവിടുന്ന് നിങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ഇന്നലെ പറഞ്ഞു, ദൈവം പരിശുദ്ധനാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞു. ദൈവത്തിന് ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് കരുണയല്ല, സ്നേഹമല്ല, ദൈവം പരിശുദ്ധനാണെന്നുള്ളതാണ്. പലരുടെ ഉള്ളിൽ അത് കയറിയൊന്നും എനിക്ക് അറിയില്ല. പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്ന ദൈവം കരുണയാണ്, സ്നേഹം, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയാം, അടിസ്ഥാനം ദൈവം സ്നേഹവും കരുണയല്ല, ദൈവം പരിശുദ്ധനാണെന്നുള്ളതാണ്. ദൈവം കരുണയാണെന്ന കുഴപ്പമെന്നറിയാമോ? നമുക്ക് എന്ത് തോന്നിയ ദിവസം ചെയ്യാം. നമുക്ക് ഏത് വഴിക്ക് പോവാം, ദൈവം സ്നേഹിക്കും. പക്ഷെ ദൈവം കരുണ കാണിക്കുമ്പോഴും സ്നേഹിക്കുമ്പോഴും ദൈവം പരിശുദ്ധിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഇതൊക്കെ കാണിക്കുന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നമ്മളിത് മറക്കരുത്. നമ്മൾ അറിഞ്ഞിടം, ദൈവം കരുണ കാണിക്കുന്നത്, ദൈവം സ്നേഹം കാണിക്കുന്നതൊക്കെ ദൈവം പരിശുദ്ധനായതുകൊണ്ടാ. അതിൽ ചവിട്ടി നിന്നുകൊണ്ടാ ദൈവം ഇതൊക്കെ കാണിക്കുന്നേ. ഹല്ലേലൂയ. ദൈവം പരിശുദ്ധനായതുകൊണ്ടാണ് അകന്നു പോകുന്ന മനുഷ്യനെ കരുണയാൽ ചേർത്ത് പിടിക്കുന്നേ. ദൈവം പരിശുദ്ധനായതുകൊണ്ടാണ് വല്ലാണ്ട് മനുഷ്യനോട് സ്നേഹം കാണിക്കുന്നേ. നമ്മളിത് മറക്കരുത്.
അതുകൊണ്ട് പരിശുദ്ധിയിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. നിങ്ങൾ വിശുദ്ധി നിന്നുകൊണ്ട് ഒരു കാര്യം നിങ്ങൾ ചോദിച്ചാൽ നടന്നിരിക്കും. ഹല്ലേലൂയ. എനിക്ക് സ്കൂട്ടറിൽ ഇങ്ങനെ പോവാ. ഇപ്പോ കേരളത്തിൽ അറിയാലോ നല്ല മഴയാ. അപ്പൊ ഈ ഒരു കയ്യിൽ കുടയുടെ ആക്റ്റീവയാ, നിങ്ങൾക്ക് അറിയാലോ. വലത് കൈ കൊണ്ട് ആക്സിഡന്റ് കൊടുത്താൽ ബ്രേക്ക് ഇടത് കയ്യിലിരിക്കണം, ബ്രേക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പൊ ഈ കുട ഇങ്ങനെ പിടിച്ച് നല്ല മഴയാ, കടയിലൊക്കെ പോകും കല്ലി കയറി, ആക്റ്റീവ് വണ്ടി കല്ലിലൊക്കെ കയറിയാൽ മറയോ. കല്ലി കയറി പൊഴിഞ്ഞത് ഇങ്ങനെയാ. അപ്പൊ ഈശോ പറഞ്ഞു വീടില്ല, വിശുദ്ധി ഉണ്ടെങ്കിൽ വീടില്ലടാന്ന്. ഹല്ലേലൂയ. വണ്ടി ഇങ്ങനെ ആടി പറയാ തന്നെ നമ്മള് വലിയ പ്രശ്നത്തില്ല വണ്ടി ഓടിക്കണം, ഇങ്ങനെ പിടിച്ചിട്ട് ഓടിക്കണം. ഈശോ പറഞ്ഞു വീടില്ല, വിശുദ്ധി ഉണ്ടെങ്കിൽ വീടില്ല. ഹല്ലേലൂയ. ഞാൻ വീടില്ല, അതങ്ങനെ പോകും. ഹല്ലേലൂയ. എനിക്ക് നല്ല ഉറപ്പുള്ള ഒരു കാര്യം, വിശുദ്ധിക്ക് പ്രാധാന്യം കൊടുത്ത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിയ നമ്മുടെ ജീവിതത്തിന് ഭയങ്കര ചേഞ്ചാ. നമ്മൾ എന്ത് ചോദിച്ചാലും കിട്ടും. ഹല്ലേലൂയ. ചുമ്മാ പറയുന്നില്ല. ഹല്ലേലൂയ. നമ്മൾ വിശുദ്ധി ഇല്ലാണ്ട് എന്തെങ്കിലും ചോദിച്ചാലും എന്തെങ്കിലുമൊക്കെ കിട്ടും, കാര്യമായിട്ടൊന്നും കിട്ടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരിക്കലോട് പറഞ്ഞു നീ എന്ത് ചോദിച്ചാലും ഈ വർഷം ഞാൻ തരും. വേറൊരു കാര്യം കൂടെ പറഞ്ഞു, അതിപ്പോ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കുന്നു. പറഞ്ഞ സഹനം നിന്നെ വിട്ടു പോവില്ല, നമ്മുടെ വിഷയമല്ല. യേശു പറഞ്ഞിങ്ങനെ നീ എന്ത് ചോദിച്ചാലും ഞാൻ തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? പിന്നെ 10-15 മിനിറ്റ് അതിന്റെ പ്രവചനം പറയുന്നത് ഞങ്ങൾക്ക് പരിചയമുണ്ടോ? അതല്ലേ. എന്റെ പേര് ജോഷുവ എന്ന. സ്ഥലം നാട്ടിൽ നിങ്ങൾ കേരളത്തിലുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. നാട്ടിൽ ചാലക്കുടിയിലാണ് എന്റെ സ്ഥലം. ചാലക്കുടിയിൽ നിന്നൊരു 10 കിലോമീറ്റർ ഇക്കാടാണ്. റോയ് ബ്രദറിന്റെ ഒക്കെ താഴെ കീഴിൽ വന്ന ഒരു മനുഷ്യനാണ്. കാരണം അദ്ദേഹം നേരത്തെ നവീകരണത്തിലൊക്കെ വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ വല്ലാണ്ട് ജൂനിയറാണ്. ഞാൻ 20ാമത്തെ വയസ്സിലാണ് യേശുവിനെ അറിയുന്നത്. എനിക്ക് 43 വയസ്സ്. ഞാൻ യേശുവിനെ അറിയുന്നത് ഒരു വണ്ടി അപകടം എനിക്ക് സംഭവിച്ചു, ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ബാംഗ്ലൂർ ഒരു ജോലിയുടെ ഭാഗമായിട്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ റോഡിലൂടെ പോകുമ്പോൾ ഒരു ലോറി വന്നിടിച്ച് കാലാകെ ആക്സിഡന്റ് സംഭവിച്ചു. കാല് തകർന്നു, വലത് കാലാകെ തകർന്നു. ഏകദേശം ഒരു 11 മാസം ഞാൻ ഹോസ്പിറ്റലിൽ കിടന്നു. ബാംഗ്ലൂർ 4 മാസം 7 മാസത്തോളം നമ്മുടെ നാട്ടിൽ വന്നു. അപ്പൊ ഡോക്ടേഴ്സ് പറഞ്ഞ കാല് മുറിച്ച് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു കൺവെൻഷന് പോയി. ഒരു 1 ഡേ കൺവെൻഷൻ കൂടാൻ വേണ്ടി പോയി. ഒരു അൽമായ സഹോദരി നടത്തിയ 1 ഡേ കൺവെൻഷൻ. അപ്പൊ അതില് പോയി എന്ന് പറയാൻ കാരണം ഞാൻ ഹിന്ദു ആയിരുന്നു, ക്രൈസ്തവനായിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു കാല് മുറിക്കണമെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ട് എന്നെ അടുത്ത് ചില വ്യക്തികൾ വന്നിട്ട് പറഞ്ഞു കാലൊന്നും മുറിക്കേണ്ട, കർത്താവ് മോനെ സുഖപ്പെടുന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവര് കുറച്ച് വചനമൊക്കെ തന്നു. പ്രൊട്ടസ്റ്റന്റുകാരെ എന്റെ അടുത്ത് വന്നേ. അങ്ങനെ കുറച്ച് ലീഫ് ലെറ്ററൊക്കെ തന്നു, ഒരു ലിഖിലൊക്കെ തന്നു. ഞാൻ അങ്ങനെ വായിച്ചപ്പോ എന്റെ ഉള്ളിൽ ഒരു വല്ലാണ്ടൊരു സന്തോഷമൊക്കെ വന്നു. യേശുവിനെ കുറിച്ച് വായിക്കാൻ തുടങ്ങിയപ്പോൾ ഉള്ളിലൊരു ആനന്ദം. അങ്ങനെ കത്തോലിക്ക സഭയിലുള്ള ഒരു സഹോദരി നടത്തുന്ന ഒരു പ്രാർത്ഥനാലയത്തിൽ ഒരു 1 ഡേ കൺവെൻഷൻ ഞാൻ കൂടി. അപ്പൊ ഞാൻ പോകുന്ന ഒരു ഓട്ടോറിക്ഷയിലാണ്, എന്റെ കൂടെ 2 പേരൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ ഓപ്പൺ എയറിൽ പ്രാർത്ഥന നടക്കാണ്. എന്നെ അവിടെ കൊണ്ട് താങ്ങി പിടിച്ച് കൊണ്ടിരുത്തി. സച്ചസ് വടിയൊക്കെ ഉണ്ട് എന്റെ കയ്യിൽ. അങ്ങനെ അവിടെ കൊണ്ടിരുത്തി. അപ്പൊ കാലിൽ പഴുപ്പൊക്കെ വരുന്നുണ്ട്. അപ്പൊ നടക്കാനൊന്നും പറ്റില്ല. അങ്ങനെ അവിടെ കൊന്ത ചെല്ലുന്നുണ്ട്. ഞാൻ കൊന്തയൊക്കെ ചൊല്ലി ഞാൻ അവരുടെ കൂട്ടത്തിലൊക്കെ കൊന്ത ചെല്ലാനൊക്കെ തുടങ്ങി. അങ്ങനെ വചനം പറയുന്ന സമയത്ത് വചനം പറയുന്ന വ്യക്തി വിളിച്ച് കർത്താവ് പറഞ്ഞനുസരിച്ച് വിളിച്ച് പറഞ്ഞു, വാഹനാപകടത്തെ തുടർന്ന് കാലിൽ പരിക്ക് പറ്റിയൊരു മകനെ കർത്താവ് തൊട്ട് സുഖപ്പെടുത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. 11 മാസമായിട്ട് ഒരു കാല് മാത്രം കുത്തി സ്ട്രെച്ചസ് ഉപയോഗിച്ച് നടന്നിരുന്ന ഞാൻ കർത്താവിന്റെ ഈ ഒരു മെസ്സേജ് സ്വീകരിച്ച ആ നിമിഷം തന്നെ 2 കാലിൽ നടക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ഹല്ലേലൂയ. 2002 ഈ സംഭവം നടക്കുന്നത്. 2001 ആക്സിഡന്റ് സംഭവിക്കുന്നത്. നവംബറിലാണ് സംഭവിക്കുന്നത്. നവംബർ 1-ാം തീയതി സംഭവിച്ചു. 2 ഞാൻ ഈ ഹോളി പ്രാർത്ഥനാലയത്തിൽ പോകുന്നതും അന്ന് കർത്താവ് എന്നെ തൊട്ടു. ഇപ്പോ 2025 23 വർഷമായി അതേ കാലുമുണ്ട്. മുറിക്കണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ അതേ കാലുകൊണ്ട് ഞാൻ ഇപ്പോഴും കർത്താവിന് വേണ്ടി നടക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. വെറുതെ ഒന്ന് കണ്ടു നോക്കി എന്റെ കാല് ഇങ്ങനെ ഇരുന്നേ. ഇപ്പൊ ഇങ്ങനെയാണ്. ഒരു 23 വർഷം മുമ്പ് എങ്ങനെയാണ് നിങ്ങൾ ചിന്തിച്ചോ? ഓക്കെ. ഇപ്പൊ മുറിക്കണമെന്ന് പറഞ്ഞ കാലാണ്. ഇപ്പോഴും അതിന്റെ അടയാളങ്ങളൊന്നും വലിയ കാര്യമായിട്ട് മാറിയിട്ടില്ല. അപ്പൊ കാലിൽ പിന്നെ മസിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ സമയത്ത് മസിലൊക്കെ കാലിൽ കയറി. കാല് ഇടത് കാലിനേക്കാളും കുറച്ചുകൂടെ ബലമായി. പക്ഷെ മുട്ടുകാലം മടങ്ങില്ല. പക്ഷെ ഇപ്പോഴും യാതൊരു കുഴപ്പമില്ലാതെ കർത്താവിന്റെ കൃപയാൽ കേരളത്തിന് പുറത്തൊക്കെ സുവിശേഷം പറയാൻ വേണ്ടി ഞാൻ കർത്താവിന്റെ കൃപയാൽ അങ്ങനെ പോയി. ഹല്ലേലൂയ. ദൈവം ഇന്ത്യക്ക് വെളിയിൽ നിങ്ങളുടെ മുമ്പിലും കൊണ്ട് ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അങ്ങനെ ഏറെ താമസിക്കാതെ എനിക്ക് യേശുവിനെ അറിഞ്ഞപ്പോ കർത്താവിന് വേണ്ടി സാക്ഷ്യം പറയാൻ തുടങ്ങി. അങ്ങനെ 2006 ഞാൻ
കർത്താവിന്റെ സഭയിലേക്ക് മാമോദിസ വഴി കർത്താവിന്റെ സഭയിൽ അംഗമായി 2008 വിവാഹം കഴിഞ്ഞു. അങ്ങനെ കർത്താവ് എനിക്ക് മക്കളെ തന്നു. 7 മക്കളെയും ദൈവം എനിക്ക് തന്നു. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി. അങ്ങനെ കർത്താവിന് വേണ്ടി വചനം പറയുവാൻ ഞാൻ ഒത്തിരി വിദ്യാഭ്യാസവും 20 പാസ്സായിട്ടില്ല. പക്ഷെ ഒത്തിരി ഇടങ്ങളിൽ വചനം പറയുവാനും ഒത്തിരി കഴിവും അറിവുള്ളവരുടെ മുമ്പിലൊക്കെ ദൈവം എന്നിങ്ങനെ കൊണ്ട് നിർത്തിയ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇവിടെ നിന്നിട്ട് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം, അതാണ് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രഭാഷകൻ 11:21 പറയാണ്, ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷപ്പെട്ടു. ഹല്ലേലൂയ. ഞാൻ അതിങ്ങനെ കണ്ട് ആ വചനം തന്നെ നോക്കി ഇങ്ങനെ ഉള്ളിൽ ഒരു ആനന്ദം ഇങ്ങനെ നിറയുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പൊ അങ്ങനെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. പിന്നീട് മാമോദിസ ഒക്കെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പുറത്താക്കി, വീട്ടിൽ കയറണ്ടെന്നൊക്കെ പറഞ്ഞു. കർത്താവ് പിന്നെയും പറഞ്ഞു, ഞാൻ നിന്നെ സ്വർഗത്തിൽ കയറ്റിക്കൊള്ളാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഇടയിലൂടെ ഒക്കെ ദൈവം ഇങ്ങനെ വഴി നടത്തി ഇങ്ങനെ കൊണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അപ്പൊ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കർത്താവിന്റെ വചനം പറയാൻ ദൈവം ഇങ്ങനെ കൊണ്ടു നിർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരങ്ങൾ ഉയർത്തി പിടിച്ചൊന്ന് സ്തുതിച്ചേ. അതിന്റെ മൊത്തത്തിൽ ഞാൻ അതിന്റെ ഓക്കെ, നമുക്ക് തിരിച്ചു വരാം. പറഞ്ഞ വചനം ഇതായിരുന്നു, നിന്നെ സംരക്ഷിക്കാൻ, നിന്റെ ശത്രുവിനെ നിനക്ക് ഏൽപ്പിച്ചേരാൻ ദൈവം പാളയത്തിലൂടെ സഞ്ചരിക്കുന്നു. ശുചിത്വമില്ലാത്ത വിശുദ്ധിയില്ലാത്ത എന്തെങ്കിലും കണ്ട് ദൈവം നിങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കേണ്ടതിനായി പാളയം പരിശുദ്ധമായി സൂക്ഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ന് വെച്ചാൽ പുതിയ നിയമ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ നല്ല വിശുദ്ധിയിൽ നമ്മൾ കൊണ്ടുനടക്കണം. ഹല്ലേലൂയ. ഏറ്റവും വലിയ പാപം നടക്കുന്നത് ശരീരത്തിലാണ്. ശരീരം കൊണ്ടാണ് നമ്മളൊക്കെ പാപം ചെയ്യുന്നത്. നമ്മൾ നവീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാലും നമ്മൾ മറക്കാതിരിക്കണം, നമ്മുടെ ശരീരത്തിൽ പാപം കിടക്കുന്നുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി. നമ്മൾ മറന്നു പോകരുത്. നമ്മൾ മറന്നാലും സാത്താൻ ഇത് മറക്കില്ല. നമ്മുടെ ശരീരത്തിൽ പാപമുണ്ട് എന്നുള്ള സത്യം നമ്മൾ മറക്കരുത്. ഇപ്പൊ ചെയ്യുന്നില്ലല്ലോ, അവസരം കിട്ടാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. അവസരം കിട്ടിയത് കൊണ്ടാണ് ചിലർ പാപം ചെയ്തത്. നമുക്ക് അവസരങ്ങൾ ദൈവം നിഷേധിച്ച് മാറ്റി മാറ്റി നടത്തിയത് കൊണ്ടാണ് നമ്മൾ വീണ് പോകാതിരുന്നത്. ഹല്ലേലൂയ. അവരെക്കാളും മെച്ചമല്ല ആര്? ഹല്ലേലൂയ. ഏലിയ പറയുന്നുണ്ട്, കർത്താവ് എന്റെ പിതാക്കന്മാരെക്കാളും മെച്ചമല്ല ഞാൻ. പ്രവാചകൻ പറയാണ്, ഞാൻ എന്റെ പൂർവ്വ പിതാക്കന്മാരെക്കാളൊന്നും മെച്ചമല്ല ദൈവമേ. കാരണം ഇതില് പാപമുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇതില് പാപമുണ്ടെന്നേ. ലോകം കണ്ടത് വെച്ച് ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞനാണ് പൗലോസ്ലീഹ. പൗലോസ്ലീഹ റോമാലേഖനം 7-ാം അധ്യായം മുഴുവൻ പറയാണ്, എന്റെ ശരീരത്തിൽ പാപം വസിക്കുന്നുണ്ടെന്നൊരു തത്വം ഞാൻ കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധരുടെ ശരീരത്തിൽ പാപം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. ശരീരം നേരത്തെ പാപം ചെയ്തതും പാപത്തിൽ നിന്ന് കിട്ടിയ ശരീരമാണ്. ആദം പാപം ചെയ്തപ്പോ ഇതിൽ ശരീരത്തിൽ വന്നിട്ട് ആദത്തിൽ നമ്മളൊക്കെ ഉണ്ടായിരുന്നോ? നമ്മൾ ഉണ്ടായിരുന്നേ. അതെങ്ങനെയാണല്ലേ? തേങ്ങയ്ക്കകത്ത് എന്തുണ്ട്? ഒരു തെങ്ങുണ്ട്, ഇല്ലേ? അപ്പൊ കാണാൻ പറ്റില്ലെന്നല്ലോ. പൊട്ടി കുടിച്ചാൽ കാണില്ലെന്നോ? നിങ്ങൾ മണ്ടിയൊന്ന് കുഴിച്ചിടും, കുറച്ച് കഴിയുമ്പോ കാണാൻ. ആദം പാപം ചെയ്തപ്പോ ഞാൻ അതിലുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് പീഡ സഹിച്ചത് മുഴുവൻ ശരീരത്തിലാ. വൈ? എന്തിനാണ്? ശരീരത്തിലാണ് നമ്മൾ പാപം ചെയ്തത്. കുറച്ചുകൂടെ ഡീപ്പായിട്ട് പറഞ്ഞാൽ, ഫൗസ്റ്റീനമ്മ ചോദിച്ചു, കർത്താവേ, ഞങ്ങളുടെ ഏത് പാപമാണ് അങ്ങയെ വല്ലാണ്ട് വേദനിപ്പിച്ചത്?
ഈശോ പറഞ്ഞു മനുഷ്യന്റെ ശരീരത്തിലുള്ള പാപം ജഡിക പാപമാണ് എന്നെ വല്ലാണ്ട് വേദനിപ്പിച്ചത്. ഈശോ വീണ്ടും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ കുരിശിൽ നഗ്നനായി കിടക്കേണ്ടി വന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. പൗലോസ് പറയാണ് 1 കൊരിന്ത്യർ 9:27 സുവിശേഷം പറയുന്ന ഞാൻ, സുവിശേഷം പറയുന്ന ഞാൻ ജോഷുവ അല്ലെങ്കിൽ സിജോ അല്ലെങ്കിൽ റോയ്, സുവിശേഷം പറയുന്ന ഞാൻ തിരസ്കൃതനാകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കും. പറഞ്ഞു ഹല്ലേലൂയ. ഞാൻ തുറന്നു പറയാണ്, സാധാരണ ഒരു ജീവിതമൊന്നും സാധാരണ ഒരു ആത്മീയത കൊണ്ട് നടക്കുന്നവന്റെ ശരീരത്തിൽ വിശുദ്ധി സൂക്ഷിക്കാൻ പറ്റില്ല. ഇതിനെ പീഡിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവും. വിശുദ്ധ ജോൺ മരി വിയാനി ഈ പറ്റില്ല ഇതിന് പകരം മുള്ളരഞ്ഞാണം ധരിച്ചില്ല. മുള്ളു കുത്തി രാവിലെ അമ്മത്രേസ്യ കുത്തി കയറുന്നേ എന്നിട്ട് കുഴിക്കാട് ചെല്ല അമ്മത്രേസ്യ മുള്ളരഞ്ഞാണം ധരിച്ചു. കാരണം ഇതിങ്ങനെ കുത്തുമ്പോ ഫ്രാൻസിസ് അസീസി കിടന്നുറങ്ങുമ്പോ തലയണയ്ക്ക് പകരം ഒരു കല്ലെടുത്ത് വയ്ക്കും. ഫ്രാൻസിസ് അസീസി ഒരു കോൺവെന്റിൽ ചെന്നു. വിശുദ്ധ റീത്ത പുണ്യവതിയുള്ളപ്പോ ക്ലാര പുണ്യവതി കോൺവെന്റ്. അവിടെ ചെന്നപ്പോ വിശുദ്ധം വന്നേക്കാം ഇനി വിശുദ്ധന അവർക്ക് അതിനെ കുറിച്ച് അറിയാം. ഒരു പുള്ളിക്ക് സൂപ്പ് കൊടുത്തു കുടിക്കും. സൂപ്പ് മേടിച്ചു കഴിഞ്ഞപ്പോ പുള്ളി നോക്കി, സിസ്റ്റേഴ്സ് ഇവിടെ ചാരം ഇരിപ്പുണ്ട്. എന്താ ചാരം ഉണ്ടോ? ചാരം ആ ഉണ്ട്. എടുത്തിട്ട് ചാരം കൊണ്ട് കഴിഞ്ഞു അതിലേക്ക് നിൽക്കും. നന്നായിട്ട് അടക്കി മത്സ്യം കുടിച്ചു. എന്നിട്ട് ശരീരത്തെ നോക്കി പറഞ്ഞ് അങ്ങനെ സുഖിക്കേണ്ടാട്ടോ. ഹല്ലേലൂയ. ലളിതമായി പറഞ്ഞ ശരീരത്തിന്റെ സുഖമാണെന്ത്? പാപം. അവന്റെ തെരേസ സന്തോഷം കിട്ടി പറഞ്ഞു ഭർത്താവേ മതി 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 മതി, ഒന്നെങ്കിൽ സഹനം അല്ലെങ്കിൽ മരണം. ഹല്ലേലൂയ. നിങ്ങൾ ശ്രദ്ധിച്ചോ, ശരീരത്തിൽ വേദന കിട്ടിയാൽ ശരീരം വേഗം വിശുദ്ധീകരിക്കപ്പെടും. ഇതിലും പെയിൻ ഇല്ലേ? പേടിക്കണം. ഡേഞ്ചറാ, ഇത് എന്നെയും കൊണ്ടുപോകും. ഹല്ലേലൂയ. ഗലാത്യ ലേഖനം 4:19 ഒരു വചനമുണ്ട്. അതിങ്ങനെയാണ്. 4:28 ഒരു വചനമുണ്ട്. അതിങ്ങനെയാ, ശ്രദ്ധിച്ചേ. ഞാൻ അതൊക്കെ കൊട്ടേഷൻ ഞാൻ എടുത്ത പൗലോസ് പറയാണ്, ശാരീരികിൽ ജനിച്ചവൻ ആത്മാവിൽ ജനിച്ചവനെ അന്ന് പീഡിപ്പിച്ചു, ഇന്നും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ഇസ്ഹാക്കും ഇസ്മായിലും തമ്മിൽ 13 വയസ്സിന് വ്യത്യാസം. ഇസ്മായിൽ ജനിക്കുന്നത് ജഡപ്രകാരം ആകാറിൽ നിന്ന്, ഇസ്ഹാക്ക് ജനിക്കുന്നത് വാഗ്ദാന പ്രകാരം ആത്മാവിൽ നിന്ന്. ആത്മാവിൽ ജനിച്ചവനെ ശരീരത്തിൽ ജനിച്ചവൻ പീഡിപ്പിക്കുന്നു. പ്രായം ഇതിന് കൂടുതൽ, 13 വയസ്സ് വ്യത്യാസം. ഇത് ആലങ്കാരികമായ പറയുന്ന ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിന് എത്ര വയസ്സുണ്ട്? എത്ര വയസ്സുണ്ട്? പോട്ടെ. ഈ ചേട്ടന് ഈ കൊച്ചിനെ തല്ലാൻ എളുപ്പം അല്ലേ? ആണോ? ഈ ചേട്ടനെ കീഴടക്കാനുള്ള എന്തെങ്കിലും എന്താ വേണം എങ്കിൽ മാത്രമേ ഇതിൽ ജയിക്കാൻ. ശരീരം ആത്മാവിൽ ഞെരുക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയാണ്, ആത്മാവിൽ ജനിച്ചവനെ ശാരീരികിൽ ജനിച്ചവൻ അന്ന് പീഡിപ്പിച്ചു. അന്ന് പൗലോസ് പറയാം ആ കാലഘട്ടത്തിൽ പീഡിപ്പിച്ചു. എന്നിട്ട് പറയാ ഇന്നും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. 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 1 പത്രോസ് 4:1 വചനം പറയാണ്. ബൈബിളിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥ. നിങ്ങൾ ബൈബിൾ വായിക്കണം. ഒന്ന് വായിച്ച സഹോദര. 1 പത്രോസ് 4:1 വചനം പറയാണ്, യേശുവിന്റെ സഹനത്തെ കുറിച്ച് പത്രോസ് പറയുന്നത്. ശ്രദ്ധിച്ച്, ശരീരത്തിൽ പീഡനമേറ്റ ക്രിസ്തുവിന്റെ മനോഭാവം നിങ്ങൾക്ക് ആയുധമായിരിക്കട്ടെ എന്ന്. യുദ്ധം ചെയ്യാനുള്ള ആയുധമായിരിക്കട്ടെ. അടുത്ത വാക്യം കൂടി ഉണ്ട്. എന്തെന്നാൽ ശരീരത്തിൽ സഹിച്ചിട്ടുള്ളവൻ പാപത്തോട് വിടവാങ്ങിയിരിക്കും. കേട്ടോ, അപ്പൊ ഒന്ന് ശരീരത്തിൽ സഹിക്കുന്ന മനുഷ്യൻ പാപത്തിൽ നിന്ന് പുറത്തു വരും. ഇതിന് സഹനം കൊടുത്താ നമ്മൾ നന്നാവും. ഹല്ലേലൂയ. ഇതിന് പെയിൻ കൊടുത്തില്ലെങ്കിൽ നമ്മൾ നശിക്കും. ഹല്ലേലൂയ. നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കേണ്ട, ഈ രാജ്യത്ത് എന്നെ കേട്ടറിവാണ് ഒത്തിരി പേര് ശരീരത്തിൽ ജീവിക്കുന്ന വ്യക്തികളുണ്ടെന്ന. എല്ലാവരും അല്ലാട്ടോ. ഹല്ലേലൂയ. ഇതിനെ അടക്കി നിർത്തിയാക്കണം. എനിക്ക് ചില വ്യക്തികൾ അറിയാം, അവര് ചാട്ട കൊണ്ടൊക്കെ ശരീരത്തിലെ പീഡിപ്പിക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷേ തട്ടിട്ട് അടിക്കും. ഭാര്യയോട് പറയാം അടിച്ചടി, അടിപ്പിക്കും.
ഹല്ലേലൂയ. പറയുന്ന എങ്ങനെ അങ്ങനെ ഇത് വെറുതെ ഇരുന്ന ഇതിന്റെ സ്വഭാവം കാണിക്കും. ഹല്ലേലൂയ. നമ്മൾ ഓർക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, എന്ന് അവസരം കിട്ടട്ടെ എന്ന് സാത്താൻ വെറുതെ ഇരിക്കൊന്നുമില്ല. സുഭാഷിതം 20:30 വചനമുണ്ട്. അതെങ്ങനെയാണ്? കനത്ത അടി മനസ്സിന്റെ ഉള്ളറകളെ ശുദ്ധിയാക്കും. കനത്ത അടി, മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യും. ഹല്ലേലൂയ. 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 ഓരോ വചന പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ട് കനത്ത അടി, നല്ല അടി കിട്ടുമ്പോ ഉള്ളറകൾ നന്നാവും. ഉള്ളറ എന്ന് പറഞ്ഞാൽ അതിന്റെ അകം നന്നാവും. മുറിപ്പെടുത്തുന്ന താടനങ്ങൾ ദുശീലങ്ങളെ, നല്ല ശീലമല്ലാത്തതിനെ റിജക്ട് ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപേക്ഷിക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോ ഇവിടെ നടക്കുന്ന പ്രാർത്ഥനയൊക്കെ ഞാൻ കണ്ടു. കുരിശിന്റെ വഴിയൊക്കെ ചെല്ലും, വളരെ നല്ല. ശരീരത്തിന് വേദന കൊടുക്കണം, ഇരുന്ന് പ്രാർത്ഥിക്കരുത്. പ്രത്യേകിച്ച് കുരിശിന്റെ വഴിയുടെയൊക്കെ പ്രത്യേകത, നമ്മൾ കുരിശിന്റെ വഴി മുട്ടുകുത്തണമെന്നേ. മറ്റുള്ള ഇവിടെ കിട്ടാൻ വഴിയുണ്ടോ? നാട്ടിൽ നിന്ന് കൊണ്ടുവരണം, കുരുമുളകൊക്കെ കൊണ്ടുവരണം നാട്ടിൽ. അതും കിട്ടും, അതൊന്നും കുത്തണം. ഞാൻ ഇത്തിരിയെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ശരീരത്തിന് ഒരു പെയിൻ കൊടുക്കണം. ഹല്ലേലൂയ. ഞാനൊരു സഹോദരനെ കണ്ടു, ശുശ്രൂഷകനാ. ഞാൻ മുട്ടുകുത്തി, പാല് മുട്ടുകുത്താൻ. അപ്പൊ അയാൾ, ആ മനുഷ്യന് മുട്ടുകുത്താൻ ഭയങ്കര കൊതിയുണ്ട്, പക്ഷെ ഒന്നുമില്ല. ഞാൻ കൊതിയൊക്കെ പോയിരിക്കുക, ഓടിയായിരിക്കുക. ആഗ്രഹം ഭയങ്കര. എനിക്കറിയാം വെറുതെ ഇരിക്കാൻ പാടില്ല. കൊന്ത ചെല്ലുമ്പോ കുത്താതിരിക്കാൻ പാടില്ല എന്ന് എനിക്കറിയാം. അത് പറയാ, ഞാൻ നോക്കിക്കൊണ്ട് ഇവിടെ ഇത്ര ഭാഗം ചുവന്ന് കിടക്ക. ഈ തൊലി പോയിട്ടേ, തൊലി മാത്രം പോയിട്ടുള്ളൂ. അതാണ് വേദന കൂടും. ഹല്ലേലൂയ. കുറെ മനുഷ്യർ അതുകൊണ്ട് അവർ പറഞ്ഞു വെക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഡൊമിനിക്കച്ചൻ വട്ടാരച്ചനൊക്കെ വെറുതെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ആത്മകാര്യം കെട്ടി പ്രാർത്ഥിക്കാറുണ്ട്. ശരീരത്തിന് പെയിൻ കൊടുക്കാതെ ഒരു അഭിഷേകം വെളിപ്പെടില്ല. കർത്താവിന്റെ ശരീരത്തിൽ ഒരു കുന്തം കൊണ്ട് ഒരു കുത്തു കൊടുക്കും. അതിൽ നിന്ന് ഒരു വെള്ളം വന്നു, ഒരു തുള്ളി വെള്ളം വന്നു. ആ വെള്ളത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. കർത്താവ് ഒരിക്കൽ എന്നോട് ചോദിച്ചു, ഇവിടെ പെന്തക്കോസ്ത ഉണ്ടാകാൻ എന്താ ചെയ്യേണ്ടത്? വേറെ രീതിയിൽ ചോദിച്ചു, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. കർത്താവ് ചോദിച്ചു, ഇവിടെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ എന്ത് വേണം? ഞാൻ പറഞ്ഞു, കുമ്പസാരിച്ചിരിക്കുന്ന കർത്താവ്, സംശയമൊന്നുമില്ല. കർത്താവ് ചോദിച്ചു, പെന്തക്കോസ്ത ഉണ്ടാകാൻ എന്ത് ചെയ്യണം? അറിയില്ല കർത്താവ്. ഈശോ പറഞ്ഞു, നീ തകർക്കപ്പെടണം. കർത്താവ് തകർക്കപ്പെട്ടപ്പോഴാണ് റിയൽ പെന്തക്കോസ്ത ഉണ്ടായത്. ഈശോയുടെ മരണാനന്തരം മാത്രമാണ് പരിശുദ്ധാത്മ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. കർത്താവ് മരിക്കാണ്ട് പരിശുദ്ധാത്മാവിന് വരാൻ പറ്റില്ല. കാരണം പരിഹാരം ശരീരത്തിൽ നടക്കണം. കുരിശു മരണം നടക്കാണ്ട്. യോഹന്നാൻ 7:37-38 കർത്താവ് പറയുകയാണ്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ എന്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്നും വിശുദ്ധ ലഗ്നം പ്രസ്താവിക്കുന്ന പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. 38 ശ്രദ്ധിച്ചേ. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ശ്രദ്ധിച്ച്, അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു. എന്നാൽ ഈശോ അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. കുരിശുമരണത്താനം നടന്നിട്ടേയില്ല. അതുകൊണ്ട് ആത്മാവ് നൽകപ്പെട്ടില്ല. വന്നങ്ങ് പോകും, ഒരു കാറ്റടിച്ച് പോകും. പക്ഷെ സ്റ്റേബിൾ ആയിട്ട് അവിടെ നിൽക്കില്ല. അതിന്റെ കാരണം ഈ ശരീരത്തിൽ പരിഹാരം നടന്നിട്ടില്ല. അവിടെ ഈശോയുടെ ശരീരത്തിന്റെ പരിഹാരത്തിന്റെ യോഗ്യതയാലാണ് പരിശുദ്ധാത്മാവിന്റെ ആഗമനം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പൊ ശരീരത്തിൽ സഹിക്കുന്ന അനുസരിച്ച് കൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ശരീരത്തിൽ സഹിക്കുമ്പോ പാപം പുറത്തു പോയിക്കൊണ്ടിരിക്കും, കൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ആ കൃപ മറ്റുള്ളവരെ പിടിച്ചു കയറ്റിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ കണ്ടിട്ടുണ്ട് ചിലര് പുലർച്ചയ്ക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, കഴിക്കുന്നു. അവര് പറഞ്ഞു വെക്കുന്ന ശരീരത്തോട് പറയാ, നീ അങ്ങനെ ഉറങ്ങി സൂഹിക്കണ്ട. ഹല്ലേലൂയ. ഇപ്പോ പറ്റുന്നില്ല എന്നുള്ളതും ഞാൻ തുറന്ന് സമ്മതിക്കാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചില ഞാൻ കണ്ടിട്ടുണ്ട് നന്നായിട്ട് ഉപവാസം എടുക്കും. നന്നായിട്ട് ഉപവാസം എടുക്കും. നമ്മൾ ഒരു നേരം കഴിക്കുന്ന പരിപാടിയൊന്നുമല്ല. ഇത് മിക്ക ദിവസവും ഒരു അച്ഛൻ മിക്ക ദിവസവും ഉപവാസം. ഉച്ചഭക്ഷണം വേണമെന്ന് ചോദിച്ചു. അച്ഛനോട് ഞാൻ ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, ഞാൻ കോളേജിൽ നിന്ന് പഠിക്കുന്ന സമയത്ത് തുടങ്ങിയതാണോ?
ഞാൻ നോക്കി വന്ന പിന്നെ അത് തുടങ്ങാം. അങ്ങനെ ഞാൻ ഉച്ചഭക്ഷണം കണ്ടെത്തി വെച്ചു. കുറെ നാളങ്ങനെ പോയി. കുറെ നാട് പോയി കഴിഞ്ഞപ്പോ വയറുവേദന തുടങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോ പിന്നെ ഭക്ഷണം കഴിക്കാണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥ. കഴിച്ചിട്ട് തന്നെ ആ അവസ്ഥ എപ്പോഴും ഉണ്ട് കേട്ടോ. കഴിക്കാണ്ടിരിക്കാൻ പറ്റുന്നില്ല. കഴിച്ചിട്ട് തന്നെ ശരിയാവും. ഞാൻ അച്ഛനോട് വിളിച്ച് പറഞ്ഞു, അച്ഛാ ഇങ്ങനെ രോഗങ്ങളായി. അച്ഛൻ പറഞ്ഞു, എനിക്ക് ഉപവാസം എടുത്തിട്ട് അൾസർ അല്ലാണ്ട് വേറെ ഒന്നും വന്നിട്ടില്ലല്ലോടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, അച്ഛൻ എന്ത് മര്യാദകളെ കാണിച്ചാലല്ല, അച്ഛൻ നേരത്തെ പറഞ്ഞു ഞാൻ ചെയ്യായിരുന്നു. അച്ഛൻ ഒറ്റാൻ തടിയാ. എനിക്ക് അങ്ങനെയല്ല, 7-8 ഉണ്ട്. ഇവിടെ 2 മാസം വിസയ്ക്ക് വന്നേക്കണത്. 2 മാസം കഴിഞ്ഞ് വന്നില്ലെങ്കിൽ ഒരു 6-7 പേര് അവിടെ നിന്ന് വരും. എന്നെ അന്വേഷിച്ച് വരുന്നതാ. ഞാൻ പറഞ്ഞു, അച്ഛൻ നേരത്തെ പറയണ്ടേ. അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ നീ എടുക്കില്ല എന്നുള്ളത് എനിക്ക് അറിഞ്ഞോ, അതുകൊണ്ട് ഞാൻ പറയാതിരുന്നു. അപ്പൊ എന്റെ വയറ് കണ്ടോ, എനിക്ക് പിള്ളേർ വയറ്. പക്ഷെ ഇത് ഒരു കൃപയാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ഇതും കൂടെ ഉള്ളതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ചിരിപ്പിക്കാൻ പറഞ്ഞെങ്കിലും ഇത് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കർത്താവിന് വേണ്ടി സഹിക്കുമ്പോൾ കിട്ടുന്ന വേദന അത് അതിവേഗത്തിൽ കൃപ കൊണ്ടുവരും. ഈശോരിക്കേണ്ടത് പറഞ്ഞു, നീ പ്രാർത്ഥിക്കുമ്പോൾ നിറയുന്നതിനേക്കാളും കൂടുതൽ ദൈവസ്നേഹം നീ എനിക്ക് വേണ്ടി സഹിക്കുമ്പോൾ നിറയും കേട്ടോ എന്ന്. ഞാനെന്താ പറഞ്ഞേ? കാരണം പ്രാർത്ഥന നമ്മുടെ സൗകര്യാർത്ഥ അല്ലേ? വേദന നമ്മുടെ സൗകര്യാർത്ഥമല്ല. നമുക്ക് ഇഷ്ടമുള്ളപ്പോഴാണോ വേദന? നമുക്ക് ഇഷ്ടമില്ലാത്തപ്പോൾ അത് നമുക്ക് തീരെ ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ അതൊരു കൃപയെ മാറും. എന്ന് പറഞ്ഞ പ്രാർത്ഥന നമ്മുടെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് പ്രശ്നം കഴിഞ്ഞ് കുഴപ്പമില്ല. അതിന് വലിയ സംഭവമൊന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ആത്മാവിലും മനസ്സിനൊക്കെ മുറിയാനായി അനുവദിച്ചാലാണ് കൃപ വരുള്ളൂ. കാരണം യേശുവിന്റെ വേദനയിലൂടെ വെളിപ്പെട്ടത കൃപ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ മരണത്തിലൂടെ മാത്രം വെളിപ്പെട്ടതിന്റെ പേരാ കൃപ. യോഹന്നാൻ 1:16 യേശുവിന്റെ പൂർണ്ണതയിൽ നിന്നും നാം എല്ലാം കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കുന്നു. യേശുവിന്റെ പൂർണ്ണത, കുരിശു മരണമാണ് പൂർണ്ണത. യേശു വന്നത് മരിക്കാനും ഉയർത്തെഴുന്നേൽക്കാനാ. അപ്പൊ മരിച്ചു ഉയർത്തെഴുന്നേറ്റതിന്റെ യോഗ്യതയാൽ കൃപയ്ക്ക് മേൽ കൃപ നമുക്ക് കിട്ടുന്നു. ഹല്ലേലൂയ. നമ്മൾ ചെറിയ ചെറിയ സഹനങ്ങൾ ദൈവം അനുവദിക്കും, അതിനോടങ്ങ് ചേർന്ന് നിന്നാൽ മതി. ഞാൻ ഒരു കാര്യത്തിൽ പ്രതികരിക്കാതിരുന്നാൽ മതി, പൊട്ടിത്തെറിക്കാതിരുന്നാൽ മതി, അതങ്ങ് അഡ്മിറ്റ് ചെയ്താൽ മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതൊരു കൃപയായി മാറും, അതൊരു അനുഗ്രഹമായി മാറും. അത് നിലനിൽക്കാൻ പറ്റും നമുക്ക്. അല്ലെങ്കിൽ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ വീണു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അങ്ങനെ വീണുപോയി ഒത്തിരി പേരുണ്ട്. നമ്മൾ വീഴാതിരുന്നത് നമ്മുടെ മിടുക്കല്ല, കർത്താവിന്റെ സഹനത്തിന്റെ യോഗ്യതയാണ്. ഹല്ലേലൂയ. ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. പുതിയ പെന്തക്കോസ്തായ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ജൂൺ 8 അല്ലേ പെന്തക്കോസ്ത തിരുനാളല്ലേ? അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങാം. സമയം 20 മിനിറ്റോടെ ഉണ്ട് അല്ലേ? 4 മണി. ഞാൻ അതിലേക്കും കൂടെ എത്തും. നിങ്ങൾ മടുത്തു തുടങ്ങിയോ? പോവാ ഇല്ല, ഒന്ന് എഴുന്നേറ്റിരിക്കണം. നമ്മള് ഫുൾ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടാണ് മിണ്ടാണ്ടിരിക്കുന്നത്. അതല്ലേ, നമുക്കൊന്ന് എഴുന്നേറ്റിരിക്കാം. കൈ നനക്കാൻ നനക്കാനും നല്ലതാ. കയ്യിൽ അങ്ങനെ ഇരുന്ന് ചോദിക്കുകയാണ്. ഒന്ന് എഴുന്നേൽക്കും. പാട്ടുപാടി ചേട്ടൻ എവിടെയായിരുന്നു? ഏതാ ചേട്ടനാ പാട്ടുപാടിയ? നിങ്ങളെല്ലാവരും കൂടി പാടിയതാണ്. നേരത്തെ പാടിയ പാട്ട് ഏതായിരുന്നു? നമുക്കൊന്നുകൂടെ പാടാം, കുഴപ്പമില്ലല്ലോ അല്ലേ? ഏതെങ്കിലും ഇഷ്ടമുള്ളത് പാടിയാ മതി. പരിശുദ്ധ നമുക്ക് കരങ്ങൾ അടിച്ചിട്ട് ഒന്ന് പാടണം. അപ്പൊ നിങ്ങൾ പാടുന്നതോടൊപ്പം കണ്ണടച്ച് പാടണം. നമുക്ക് വീണ്ടും സൗഖ്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങണം. ഇതൊക്കെ നമ്മുടെ അവകാശമാണ്. 1 പത്രോസ് 3:8 അനുഗ്രഹ അവകാശമാക്കാൻ വിളിക്കപ്പെട്ടവരാ. അല്ല നമുക്ക് എന്തെങ്കിലും ഒന്നും കിട്ടിയാൽ നമ്മളൊന്നും തൃപ്തരാകരുത്. നിസ്സാര വ്യക്തിയൊന്നുമല്ല, ഇപ്പൊ കർത്താവിന്റെ പ്രിയപ്പെട്ടവരാ. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് കൈയൊക്കെ അടിച്ച് നമുക്ക് പാടണം. പാടിക്കഴിഞ്ഞ ഇവിടെ കീബോർഡൊന്നും ഇല്ല, പക്ഷെ നമ്മളൊക്കെ തന്നെയാണ് കീബോർഡ്. നന്നായിട്ട് പാട്ടൊക്കെ പാടി കൈയടിച്ച് ദൈവത്തൊക്കെ സ്തുതിക്കുമ്പോൾ നമ്മുടെ ശരീരം അങ്ങ് റിലീഫാണ്. ശരീരത്തിലുണ്ടായിരുന്ന ചില കെട്ടൊക്കെ കഴിഞ്ഞു മാറി. ഹല്ലേലൂയ. ചില രോഗങ്ങള് വിളിച്ചു പറയും, വിളിച്ചു പറയാത്തതും മാറുന്നു. ഹല്ലേലൂയ. എല്ലാം പറയാൻ പറ്റുമൊന്നുമില്ല, എല്ലാം അതിന്റെ പൂർണ്ണതയിൽ പറയാൻ പറ്റുമോ? ഇല്ല, നമുക്ക് പരിമിതിയൊക്കെ ഉണ്ട്. പക്ഷെ പറയാത്തതും കർത്താവ്. ഹല്ലേലൂയ. പറയാത്തതും ദൈവം ചെയ്തിട്ടുണ്ട്. ഹല്ലേലൂയ.
ആദ്യമേ തന്നെ നമുക്ക് നന്നായിട്ട് ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കണ്ണൊക്കെ നടച്ച് നന്നായിട്ട് ഒന്ന് സ്തുതിച്ചേ. Oh, power of Bobby, currently I can't miss the deep and dead. Oh, power of Bobby, currently I can't miss the deep and dead. Oh, forgot to feel, so we can live again. It was to the party up, and you make up. Oh, forgot to feel, so we can live again. It was to the party up, and you make up. Oh, power of Bobby, currently I can't miss the deep and dead. Oh, power of Bobby, currently I can't miss the deep and dead. Oh, forgot Nami the neck for it. Yes, Namam, Namam, oh, forgot Nami the neck for it. Yes, Namam, Namam, oh, power of Bobby, currently I can't miss the deep and dead. Oh, power of Bobby, currently I can't miss the deep and dead. Oh, forget many even oh, forget oh, power of Bobby, currently I can't miss the deep and dead. Oh, power of Bobby, currently I can't miss the deep and dead. Oh, power of Bobby, currently I can't miss the deep and dead. Oh, power of Bobby, currently I can't miss the deep and dead. തലവേദന അനുഭവപ്പെടുന്ന ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ചില സമയങ്ങളിൽ തല കറങ്ങി വീഴുന്ന അവസ്ഥ, തലകറക്കമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. നടുവിന് വേദനയുള്ള ഒരു കൈപൊക്കെ
കൊണ്ട് കുനിയാനൊന്നും പറ്റില്ല. നടുവ് ഉയർത്തി, ഒന്നുകൂടെ കരം ഉയർത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി. നിങ്ങൾ കരം ഉയർത്തിന് മാത്രം നിൽക്കും, ബാക്കിയുള്ളൊന്നും ഇരുന്നേ. എത്ര ആളായി നടുവ് തുടങ്ങി? ഇതൊക്കെ മിന്നി മിന്നി വേദന വരും. വേദന വരും ചേട്ടന് റോഷൻ അവിടെ അവിടെ വീട്ടെടുക്കുമ്പോഴൊക്കെയാണോ വേദന? വീട്ടെടുക്കുമ്പോഴാണ്. ഹല്ലേലൂയ. പുറകിലെ അപ്പച്ചിമാര് പിന്നെ ഇപ്പൊ 3-4 മാസമായി കിടപ്പായിരുന്നു. വീണ്ടും വേദന തുടങ്ങി. അവിടെ പുറകില് നിങ്ങളൊന്ന് കരങ്ങൾ ഉയർത്തി പിടിച്ചിരിക്കുന്നവര് നിൽക്കുന്നവരൊക്കെ അമ്മച്ചി കൈ നെഞ്ചോടി ചേർത്തു. 2 കൈ നെഞ്ചോടി ചേർത്തു. എവിടെയെങ്കിലും വീണിട്ടുണ്ടോ? ഒരു വീഴ്ച കർത്താവ് എനിക്ക് കാണിച്ചു തരണം. വീണിട്ടുണ്ട്. എവിടെ വീണേ? അഭിഷേകമുണ്ട്, കർത്താവ് സുഖപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. ഇത്തിരി പുറകിലേക്ക് ലേശറിയില്ല, മക്കൾ അറിയാം. മതി മതി, അവിടെ മതി മതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണടച്ച് കൈ നെഞ്ചോട് വീണ സംഭവം മനസ്സിൽ ഓർക്കണം. ഈശോ സുഖപ്പെടുന്നു. ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു 2000 വർഷം വന്ന് ചെയ്ത് അനുഭവമുണ്ട്. ആവർത്തിക്കണേ, പറഞ്ഞാൽ വിശ്വസിക്കാൻ ഒരു പ്രവർത്തിയുടെ ചെയ്യണേ. 37:4 കർത്താവ് എന്ന് പറഞ്ഞു, വരണ്ട അസ്ഥികളെ കർത്താവിന്റെ വചനം കേൾക്കുക. ചെറമിയ 30:17 അങ്ങ് പറഞ്ഞു, ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, ഞാൻ നിന്റെ മുറിവിനെ സുഖപ്പെടുത്തും. യാക്കോബ് 5:15 പറയുന്ന വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവെ അസ്ഥികൾക്ക് ജീവനുണ്ടാകും. കർത്താവെ സുഖപ്പെടാൻ തക്കവിധം കർത്താവെ ഈ ജീവിതത്തെ അങ്ങേക്ക് സമർപ്പിക്കും. യേശുവേ അങ്ങയുടെ അത്ഭുത സൗഖ്യത്തിനുണ്ടാകും. കരങ്ങളെ സ്തുതിച്ചേ. ഉറക്ക വിളിച്ച യേശുവെന്ന് യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശക്തിയെ ബന്ധിക്കുക. അങ്ങനെ പറഞ്ഞു യോശുവ, അങ്ങയുടെ അത്ഭുത ശക്തി ഇത്രയും അസ്ഥി കുനിഞ്ഞു തുറന്ന് കൈ നിരത്തു മുത്തിയായി പോരട്ടെ, മേലോട്ട് പോട്ടെ. ഇന്നലെ വരെ എന്ത് എന്നുള്ള ചിന്തിക്കരുത്. ഇവിടെ ഈശോയെ സുഖപ്പെടുന്നത് വ്യക്തിയല്ല. ഓക്കെ, കുനിഞ്ഞു അമ്മച്ചൊക്കെ മുട്ടുകുത്തിയായി. ഇനി കൈ രണ്ടും ഉയർത്തി പിടിച്ച് വീടില്ല വിളിക്കാൻ ശക്തിയായ ഒരു കരം നിന്ന് ചാടി എന്നിട്ട് കൈ മേലോട്ട് പോട്ടെ. വേഗം വേഗം യേശുവെ വിളിക്കണം.
ഹല്ലേലൂയ 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 യേശുവേ കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഇല്ല, വേദനയില്ല. കാലിന്റെ ഞരമ്പിലേക്ക് വേദന ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇറങ്ങുന്നുണ്ടായിരുന്നു. എപ്പോഴോ? ഇല്ല ഇല്ല. കൈയടിച്ച് കർത്താവിന് മാത്രം ദൈവവചനം ഔഷധമാണ്, സൗഖ്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഡോക്ടേഴ്സ് സുഖപ്പെടുത്തുന്ന പോലെ ഒരു പ്രോസസ്സിലൂടെ അല്ല കർത്താവിന്റെ സൗഖ്യം. ഹല്ലേലൂയ. നമ്മൾ എപ്പോ വചനം സ്വീകരിക്കുന്നു ആ മൂമെന്റിൽ നമുക്ക് ഹീലിംഗ് അനുഭവം. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി. ഒരിക്കൽ ഒരു അമ്മ, ഞാൻ എടവപ്പള്ളിയിൽ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഒരു അമ്മ പറഞ്ഞു, ഈ 2 എല്ലിന്റെ ഇടയിൽ നടുവില്ല ഞരമ്പ് ജാമായി കിടക്കാം, അതുകൊണ്ട് നടക്കുമ്പോ അസഹ്യമായ വേദനയാന്നു. ഇതുപോലെ വിളിച്ച് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ അമ്മ എന്നോട് പറയാണ്, ഇവിടെ നിന്ന് ഈ വേദന, ഒരു തണുത്ത കൈ ഇരിക്കുന്നു ഇവിടെ, കൈ ഇങ്ങനെ ഇറങ്ങുന്നതനുസരിച്ച് ഈ വേദന മാറി മാറി മാറി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, വേറെ ഏത് തണുത്ത കൈ ഇരിക്കുന്നു? കർത്താവിന്റെ കൈ അല്ലാതെ. ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദി. എവിടെങ്കിലും വേദനയും. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ഇവിടെ ഉണ്ടോ? ഗൾഫിൽ എത്തും അല്ലേ? ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. മക്കളുടെ ഇത് കഴിയുമ്പോൾ പ്രാർത്ഥിക്കാം. 10 മിനിറ്റ് വിഷയം പറയാനുണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ഇരിക്കും. നിങ്ങളെല്ലാവരും കർത്താവ് സുഖപ്പെടുത്തും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ചെറിയ ആർക്കും ബ്രദർ ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും സുഖപ്പെടുത്തും. നോ, എല്ലാവരെയും സുഖപ്പെടുത്തും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിനോടൊന്ന് ഞാൻ സുവിശേഷം പറയുമ്പോഴൊക്കെ ഞാൻ എല്ലാവരോടും പറയും, നിങ്ങൾ വചനത്തെ നന്നായിട്ട് ശ്രദ്ധിച്ചോളണം. എപ്പോഴാ ഈ വചനം നമ്മിൽ പ്രവർത്തിക്കാൻ നമുക്കറിയില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. വചനത്തിന് മാത്രമേ അറിയൂ വചനം എപ്പോഴാ പ്രവർത്തിക്കാം. ഹല്ലേലൂയ യേശുവേ നന്ദി. 55:11 പറയുന്നുണ്ട്, എന്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന വാക്കുകൾ ഫലരഹിതമായി തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം നടന്നത്, ഞാൻ ഏൽപ്പിക്കുന്ന ഏത് കാര്യം അവർ വിജയപ്രദമായി ചെയ്യും. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറം കളിക്കോ? ഹല്ലേലൂയ. കർത്താവിന്റെ ക്യാമറ വെച്ചേക്കാം. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ അതിലൂടെ കാണുന്നത്. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. എനിക്കത് ബ്രദറിന് ഒരു കഴിവുണ്ട്. ബ്രദറിന് യാതൊരു കഴിവില്ല. കർത്താവ് എന്തെങ്കിലും പറഞ്ഞു തന്നാൽ ഞാനത് പറയും. ഹല്ലേലൂയ. ഞാൻ 10 മിനിറ്റോടെ നമുക്ക് അവസാനിപ്പിക്കാം. അതിന് മുമ്പ് 10 മിനിറ്റ് ഒരു വിഷയം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താണ്. ഞാൻ ആദ്യമേ പറഞ്ഞു, വിശുദ്ധിയെ കുറിച്ച് പറഞ്ഞു, വിശുദ്ധി ഉണ്ടാകണമെന്ന് പറഞ്ഞു. 2, നമ്മൾ പെന്തക്കോസ്തേക്ക് ഒരുങ്ങുകയാണ്. വിശുദ്ധി ഉള്ളവർക്ക് കിട്ടുന്നതല്ല പരിശുദ്ധാത്മാഭിഷേകം. വിശുദ്ധീകരിക്കുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കിട്ടുന്നതാണ് പരിശുദ്ധാത്മാഭിഷേകം. ക്ലിയർ ആയോ? ഹല്ലേലൂയ. എന്നോട് പറയാം, വിശുദ്ധി ഉള്ളവർക്ക് കിട്ടുന്നതല്ല പരിശുദ്ധാത്മാഭിഷേകം. സ്വന്തമായിട്ട് വിശുദ്ധി ഉണ്ടെന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് കിട്ടുന്നതല്ല. വിശുദ്ധീകരിക്കുന്ന കർത്താവായ ഈശോയോട് ഒരു മനുഷ്യൻ ചേർന്ന് നിൽക്കുമ്പോൾ അവനിലേക്ക് കൂടുതൽ വിശുദ്ധിയിൽ വളരാനും കർത്താവിന്റെ രാജ്യം വളർത്താനും വേണ്ടി ഈശോ തരുന്ന ദൈവപിതാവിന്റെ ദാനമാണെന്ന് അഭിഷേകം, പരിശുദ്ധാത്മാഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതിന് ഡാനിയൽ പറയുന്ന മനോഹരമായ വാക്ക് ഇങ്ങനെയാണ്. അച്ഛൻ പറയുന്നത് ഇങ്ങനെയാണ്, ഓടാൻ വേണ്ടി വണ്ടിക്കകത്ത് ഇന്ധനം ഉപയോഗിക്കും. മനുഷ്യ ജീവിതത്തിൽ സ്വർഗത്തിൽ എത്താൻ വേണ്ടി ദൈവം അടിക്കുന്ന ഇന്ധനത്തിന്റെ പേരാണ് പരിശുദ്ധാത്മാഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓടി എത്തിക്കഴിഞ്ഞ പിന്നെ ഇന്ധനത്തിന് ആവശ്യമുണ്ടോ? ഇവിടെ നിന്ന് ഓടാനല്ല ഇന്ധനം, ഓടി എത്തിയ വണ്ടിയിൽ പിന്നെ എന്തിനാ ഇന്ധനം? ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നതുപോലെ കർത്താവിന് വേണ്ടി ഓടാനും കർത്താവിൽ ഉറച്ചു നിൽക്കാനും വേണ്ടി ദൈവം തന്ന ദാനമാണ് പരിശുദ്ധാത്മാഭിഷേകം. ഹല്ലേലൂയ. അത് ഒഫീഷ്യലാണ് ജൂൺ 8. ബാക്കി ഏത് സമയത്ത് നമുക്ക് കിട്ടും. അതായിരിക്കും 8 തീയതി മാത്രമേ ഉള്ളൂ. അല്ല, 8 തീയതി സഭ ഒഫീഷ്യലായിട്ട് പറഞ്ഞേക്കുന്ന ദിവസം. അതുകൊണ്ട് നമുക്കത് സ്വീകരിക്കാൻ കുറെ കൂടെ എളുപ്പമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ 2 കാര്യങ്ങൾ വേണം. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. 10 മിനിറ്റ് കൊണ്ട് ഞാൻ പറയും. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 4-5 വാക്യം.
നിങ്ങൾ കേട്ടാ മതി. ബൈബിൾ ഉണ്ടെങ്കിൽ തുറന്നോ, ഇല്ലെങ്കിൽ കേട്ടോ. അവൻ അവരോടൊപ്പം, ഉത്ഥാനം ചെയ്ത ഈശോ അവരോടൊപ്പം ഭക്ഷണത്തിനിരിക്കുമ്പോൾ കൽപ്പിച്ചു. കൽപ്പനയാണത്, ശ്രദ്ധിച്ച് കേട്ടോളണം. എന്താ അത്? കൽപ്പനയാണ്. കൽപ്പന എന്താന്ന് കേട്ടോ. കൽപ്പന ഇങ്ങനെയാണ്, ഇതാണ്: നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. അടുത്തത്, എന്നിൽ നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുക. ഹല്ലേലൂയ. കൽപ്പന 2 കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഈശോ. കർത്താവ് എന്തെങ്കിലും പറയല്ല, മക്കളെ കൽപ്പിക്കുകയാണ്. കൽപ്പന അനുസരിച്ചേ പറ്റി, രാജ്യത്തിന്റെ നിയമം അനുസരിച്ചല്ലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ശിക്ഷയുണ്ടാവും അല്ലെ. എന്നതുപോലെ ദൈവം പറയാണ്, ഇത് കൽപ്പന ഞാൻ തരാണ്. എന്താണ് ആ കൽപ്പന? എങ്ങനെയാണ്? 1, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്. 2, നിങ്ങൾ കാത്തിരിക്കും. ഹല്ലേലൂയ. 1 വിട്ടുപോകരുത്, 2 കാത്തിരിക്കും. എന്ത് വിട്ടുപോകരുന്ന കർത്താവ് പറഞ്ഞേ? എന്താണ് ജെറുസലേമിന്റെ പ്രത്യേകത? ജെറുസലേമിന്റെ പ്രത്യേകത കർത്താവിന്റെ ശുശ്രൂഷകൾ മുഴുവൻ നടന്നവിടെയാണ്. കർത്താവിന്റെ സഹനം നടന്നവിടെയാണ്. കർത്താവിന്റെ നിലവിളിയുള്ള അന്തരീക്ഷം ഉള്ളത് അവിടെയാണ്. കർത്താവിന്റെ ബലിയർപ്പണം നടന്നത് ജെറുസലേമിലാണ്. കർത്താവ് മരിച്ചത് ജെറുസലേമിലാണ്. ഹല്ലേലൂയ. കർത്താവിന്റെ ഓർമ്മ നിറഞ്ഞിടം വിട്ടു പോകരുതെന്നാണ് ഈശോ പറഞ്ഞത്. ഹല്ലേലൂയ. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയോട് ചേർന്ന് ജീവിക്കും. ബലിപീഠം വിട്ടു പോകാൻ പാടില്ല. സഭയുടെ പ്രാർത്ഥന വിട്ടു പോകാൻ പാടില്ല. കൂദാശ വിട്ടൊരു ജീവിതം നമ്മൾ കാക്ഷിക്കരുത്. കർത്താവിന്റെ രക്തമൊഴുകുന്ന കർത്താവിന്റെ ബലിപീഠത്തോട് ചേർന്നിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈശോ ബലിയർപ്പിച്ചു. കർത്താവ് ബലിയായി തീർന്നു കാൽവരി. കർത്താവ് മർക്കോസിന്റെ മാളികയിൽ കുർബാന അർപ്പിച്ചു. അവിടെ വെച്ചിട്ട് കർത്താവ് വീണ്ടും പറയുന്ന, മക്കളെ നിങ്ങൾ ജെറുസലേം ഈ ഓർമ്മ വിട്ട്, എന്റെ ഓർമ്മ നിറഞ്ഞെടുക്കുന്ന ഇടം വിട്ട് നിങ്ങൾ പോകരുത്. ഹല്ലേലൂയ. റോഡിന്റെ വഴിയിലൂടെ പോകുന്നവന്റെ മേലൊന്നും ഈ കാറ്റടിച്ച് കയറുന്നില്ല. ഈ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്നിടത്താണ് ഈ കാറ്റടിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ കാണുന്നുണ്ട് പെന്തക്കോസ്തയില് പരിശുദ്ധാത്മ ഇറങ്ങി വന്നത് ജെറുസലേം ദേവാലയത്തിലല്ല. 120 പേര് പ്രാർത്ഥിച്ച് കുർബാന അർപ്പിക്കപ്പെട്ട സ്ഥലമുണ്ട്, മർക്കോസിന്റെ മാളിക. അവിടെയാണ് കുർബാന അർപ്പിക്കപ്പെട്ടെ. ആ മാളികയിൽ 120 പേര്, അപ്പസ്തലന്മാരടക്കം 120 പേര് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരുടെ മേൽ മാത്രം ഇറങ്ങി വന്നതാണ് പരിശുദ്ധാത്മ. ഹല്ലേലൂയ. വഴിയെ പോകുന്നവന്റെ മേലൊന്നും അടിക്കൊന്നുമില്ല. തേരാപാരം നടക്കുന്നവന്റെ മേലൊന്നും അടിക്കുന്നില്ല. ആത്മീയതയ്ക്ക് ചിട്ടയുള്ളവന്റെ മേൽ മാത്രമേ ഇതടിക്കൂ. ക്രിസ്തുവിന്റെ ഓർമ്മ ധ്യാനിക്കുന്നിടത്ത് മാത്രമേ ഇത് ഇറങ്ങി വരൂ. നാടൻ ഭാഷയിൽ മനസ്സിലാവാൻ പറഞ്ഞ, ബലിപീഠം വിട്ട് ഒരു ജീവിതം ഉണ്ടാകരുതേ. നിങ്ങൾ ജീവിതം ബലിപീഠത്തിൽ നിന്ന് മാറിപ്പോവാണെങ്കിൽ നിങ്ങൾ ഇത് പ്രതീക്ഷിക്കരുത്. എന്തൊക്കെ അനുഭവം നിങ്ങൾ പ്രതീക്ഷിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോ ഒന്നാമത്തെ കാര്യം കർത്താവ് ഇങ്ങനെ പറയുകയാണ്. എന്ത് പറഞ്ഞു? നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത്. 2, കാത്തിരിക്കും. ഹല്ലേലൂയ. എവിടെയാണോ നിങ്ങളുള്ളത് അവിടെ കാത്തിരിക്കും. ഹല്ലേലൂയ. ആയിരിക്കുന്നിടത്ത്. നമ്മള് ഒരു നാടൻ ഭാഷയിൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, വീട് വിട്ടുപോയ മകനെ ഒരമ്മ എത്ര കാലം കാത്തിരിക്കും? വീട് വിട്ടുപോയ മകനെ ഒരു അമ്മ എത്ര കാലം കാത്തിരിക്കും? ജീവിതകാലം. ഞാൻ ആഗ്രഹിച്ചൊരു ഉത്തരവായി സിമ്പിളായിട്ട് പറഞ്ഞു. തിരിച്ചു വരുന്നത് വരെ കാത്തിരിക്കും അല്ലെ? കിട്ടുന്നത് വരെ കാത്തിരുന്നോ? ഹല്ലേലൂയ. ജൂൺ 8-ാം തീയതി കിട്ടില്ല എന്ന് വിചാരിക്കും. മടുക്കരുത്. 9-ാം തീയതി വന്നാലോ, കിട്ടിയാലോ? നിങ്ങള് കേരളത്തിലുള്ള പല ശുശ്രൂഷനെ ശ്രദ്ധിച്ച പെന്തക്കോസ്ത ഒഫീഷ്യലായിട്ടുള്ള ഡിക്ലെയർ ചെയ്ത ദിവസമൊന്നല്ല അവർക്ക് ഈ അഭിഷേകം കിട്ടിയേക്കുന്നത്. അല്ലാത്ത ദിവസങ്ങൾ കിട്ടിയ ധാരാളം ശുശ്രൂഷരുണ്ട്. ഹല്ലേലൂയ. ജൂൺ 8-ാം തീയതി മാത്രമല്ല, 9-ാം തീയതി 7-ാം തീയതി കിട്ടിയ ധാരാളം പേരുണ്ട്. ഇനി ടൈം അമ്മേ എന്നിലേക്ക് ഇത് പോയി. ഹല്ലേലൂയ. വരിക എന്ന് പറഞ്ഞാൽ പുതിയത് വരികയാണോ ഇത്? പിന്നെ ഏതാ വരുന്നേ? പുതിയ പരിശുദ്ധാത്മാവാണോ വരുന്നത്? പഴയതാണോ? പെന്തക്കോസ്ത പറഞ്ഞ സമയം വേണം നമുക്ക് എടുക്കാനേ. പുതിയൊരു ആത്മാവിനെ നമ്മൾ സ്വീകരിക്കുകയാണോ? നമ്മിലുണ്ടോ? പിന്നെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ ഇതുണ്ടോ? ഉണ്ട്. മാമോദീസ ലേപനത്തിൽ കൂദാശ വഴി ഉണ്ട്. ഇത് നിറയുന്നതിനെയാണ്
പെന്തക്കോസ്ത എന്ന് പറയുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മിൽ പലരിലും ഇത്രയുണ്ട്. എന്തോറുണ്ട്? ഇപ്പൊ കണ്ടില്ലേ നിങ്ങൾ? വേറെ ചിലരിൽ ഇത്രയേ ഉള്ളൂ. ഞാൻ കുടിക്കുന്നതിനെ കുറിച്ച് വേറെ ചിലർ ഇത്രയേ ഉള്ളൂ. പെന്തക്കോസ്ത എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ വരെ വരുന്നതിന്റെ പേരാണ്. പെന്തക്കോസ്ത എന്ന് പറഞ്ഞാൽ നിറവിന്റെ പേരാ പെന്തക്കോസ്ത. എന്താ ഇത് അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? ഇത്രയും ഭാഗം പുറത്താ. ഞാൻ ആദ്യമൊക്കെ പറയാറുണ്ട്. എസെക്കിയേൽ 47 ഇതിനെ കുറിച്ച് പറയുന്നുണ്ട്. എസെക്കിയേൽ പ്രവാചകന് ബലിപീഠത്തിന്റെ വലതു ഭാഗത്ത് നിന്ന് അടിയിലൂടെ ഒരു നദി ഒഴുകുന്ന കാണിച്ചു കൊടുക്കുന്നു ദൈവദൂതൻ. അപ്പൊ ആ നദിയിലൂടെ ഇങ്ങനെ എസെക്കിയേൽ നടക്കാം. 1000 മുഴം അളന്നു ഈ വെള്ളത്തിലൂടെ നടക്കുന്ന വെള്ളത്തിലൂടെ, വെള്ളം പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന 1000 മുഴം അളന്നു കഴിഞ്ഞപ്പോ അവിടെ എവിടെ വരെ വെള്ളം ഉണ്ടായി? അവിടെ എവിടെ വരെ വെള്ളം ഉണ്ടായി? കണങ്കാല് വരെ വെള്ളം ഉണ്ടായി. 1000 മുഴം. അത് തുടക്കാണ്, ആത്മീയതരം തുടക്കാണ് ഈ കണങ്കാല്. കുറച്ചുകൂടി നടന്നു, 1000 മുഴം കൊണ്ട് വീണ്ടും വളർന്നു. അപ്പൊ അവിടെ എവിടെ വരെ വെള്ളം ഉണ്ടായി? മുട്ടോളം. പിന്നെയും ഒരു 1000 മുഴം നടന്നു. ഇപ്പൊ എവിടെ വരിക? പാടാറുണ്ട് മുട്ടോളം. പിന്നെ നീട്ടാൻ പറ്റുന്ന ഒരു നദി. ഹല്ലേലൂയ. ഹല്ലേലൂയ. വലിയൊരു നദിയാണ് പരിശുദ്ധാത്മ അഭിഷേകം എന്ന് പറഞ്ഞ. അതിൽ ഇറങ്ങിയ മുങ്ങിയ മനുഷ്യൻ സംഭവിക്കുന്ന കാര്യം, കരയിൽ നടക്കുന്ന ഒന്നും പിന്നെ അറിയില്ല. കരയിൽ നടക്കുന്ന ഒന്നും, ഈ വെള്ളത്തിന്റെ അടിയിൽ കിടക്കുന്നവൻ കരയിൽ നിന്ന് ഒരുത്തം ചീത്ത പറയുന്നത് കേട്ട് അറിയാൻ പറ്റുമോ? ഒരുത്തം കല്ലെടുത്തിരിക്കുക, അവനറിയോ? അറിയാം. ഫേസ്ബുക്കിൽ എന്തെങ്കിലും ഇട്ടാൽ അവനറിയോ? അറിയോ? കാരണം എന്താ? ഇതിന് അടിയില. ഹല്ലേലൂയ. ഇത്രയും വരെ ആയവൻ അറിയോ? അറിയില്ലേ? ചെവി പുറത്തല്ലേ? ഇത്രയും വരെയുള്ളവനാ അറിയോ? ഇത് പ്രാർത്ഥനക്കാരെന്നാ ഈ പാർട്സുകളൊക്കെ പുറത്താ. കുറി വൈദ്യൻ ഇത്രയും വരെ നിറഞ്ഞ അവിടെ നിൽക്കരുത്. അത് ഭയങ്കര ഡേഞ്ചറാ. കാരണം മെയിൻ പാർട്സ് ഒക്കെ പുറത്താന്നേ. ഇത്രയും വരെ നിറഞ്ഞവനെ മുക്കി കൊല്ലാൻ പറ്റുമോ? ഇവിടെ വരെ വെള്ളമുണ്ട്. ഒരാൾ പറയാം നീ ഇപ്പൊ ചാവും, എന്ന് മുക്കി പിടിച്ചോണ്ടിരിക്കാൻ. ഞാൻ പറയും പിന്നെ നോക്കട്ടെ, ഞാൻ ദൈവം മൂക്കൊക്കെ പുറത്തു ചെയ്യില്ല. ഹല്ലേലൂയ. ഇത്രയും വരെ വെള്ളത്തിൽ കിടക്കുന്നവൻ ഈ നാവ് പുറത്താ അല്ലേ? നിങ്ങൾ പിന്നെയും മാതൃഭാഷയും വേറെ ഭാഷകളൊക്കെ വരും. ഭാഷാപരത്തില് അല്ലേ? ഇത് മുങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുമോ? ഹല്ലേലൂയ. അപ്പൊ മുങ്ങേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. മുങ്ങാൻ ആഗ്രഹിക്കുന്ന 2 കാര്യം ചെയ്യണം. ഒന്ന് ഇട്ട്, പിന്നെ കാത്തിരിക്കണം. ഒന്ന് വിട്ടുപോകരുത്, 2 കാത്തിരിക്കണം. ഹല്ലേലൂയ. ബലിപീഠമായിട്ട് നല്ല ബന്ധം ഉണ്ടാകും. ഞാൻ വാശി പിടിക്കുന്നില്ല, എല്ലാ ദിവസവും ബലിയർപ്പിക്കണം ഞാൻ പറയില്ല. നമ്മുടെ സാഹചര്യം വ്യത്യസ്തമായിരിക്കാം. പക്ഷെ ഈ ഓർമ്മയിലായിരിക്കണം. അല്ലെങ്കിൽ ഒരു അവസരം കിട്ടിയ ഓട്ടനെ ഓടിയേക്കണം. ഇവിടേക്ക് ബലിപീഠം ഉള്ളിടത്തേക്ക്, കർത്താവിന്റെ ഓർമ്മ നിറഞ്ഞു നിൽക്കുന്നിടത്തേക്ക് ഓടിക്കണം. ഒരവസരം കിട്ടിയ ഒന്നെടുത്ത് പ്രാർത്ഥിച്ചു, കർത്താവെ ഒരു പുതിയൊരു അഭിഷേകം എനിക്ക് തരണേ, എന്നെ ഒന്ന് നിറയ്ക്കണേ. ഹല്ലേലൂയ. നിറഞ്ഞ ജീവിതങ്ങൾ അപ്പോസ്തലപ്പെടുത്തുന്നത് നമുക്ക് കാണാം. നിറയുന്നതിന് മുമ്പ് അപ്പോസ്തലന്മാർ എന്തായിരുന്നു? നിറഞ്ഞതിന് ശേഷം എന്തായിരുന്നു? ഹല്ലേലൂയ. ഹല്ലേലൂയ. വിൻസെന്റ് ഫെറർ എന്ന് പറഞ്ഞൊരു വിശുദ്ധനുണ്ട്. സമയം തീർന്നു അല്ലെ? തീർത്താം. വിൻസെന്റ് ഫെറർ എന്ന് പറഞ്ഞ വിശുദ്ധനുണ്ട്. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? സ്പെയിനിന്റെ വിശുദ്ധനാ. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചാൽ കിട്ടും. സ്പെയിനിന്റെ വിശുദ്ധനാ. 13ാം അപ്പസ്തോലൻ എന്നാണ് കത്തോലിക്ക സഭ അതിനെ വിളിക്കുന്നത്. എന്താ അപ്പസ്തോലൻ? അതിന് മാത്രം മിറക്കിളാണ് ഈ മനുഷ്യരുടെ ദൈവം ചെയ്തത്. ഈ മനുഷ്യൻ തളർന്നു കിടക്കുന്ന സമയത്ത് ഈശോ സ്നാപയോഹന്നാൻ സെന്റ് അഗസ്റ്റിൻ പ്രത്യക്ഷപ്പെട്ടു. ഇത് കർത്താവ് പറഞ്ഞു, നീ സുവിശേഷം പറ, മാനസാന്തരത്തെ കുറിച്ച് പറയാൻ പറഞ്ഞു. ഇയാള് പറഞ്ഞു, എന്റെ പൊന്നു കർത്താവ്, ഞാൻ കിടപ്പോൾ ഇത് കാലം കൂടി നീ എന്ത് പറയും? ഈശോ പറഞ്ഞു, എഴുന്നേൽക്കടാ. പിന്നെ പോയി സുവിശേഷം പറയാൻ പറഞ്ഞു. എപ്പോഴും പറയുന്ന മുഴുവൻ മാനസാന്തരം. ഒരിടത്ത് നിന്നിട്ട് മാനസാന്തരത്തെ കുറിച്ച് പറയാം. ഒരു ചേട്ടൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, എപ്പോഴും ഇത് തന്നെയാണല്ലോ പറയുന്നത് മാനസാന്തരം, വേറൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, എന്നോട് കർത്താവ് അത് പറയാനാ പറഞ്ഞേ, എന്താ തെളിവ്? സഹോദരൻ പുറത്തേക്ക് ഒന്ന് ഇറങ്ങും. ഒരു മൃദുശരീരം കൊണ്ട് കുറച്ച് ആളുകൾ കാണാം. ആ മൃദുശരീരം കൊണ്ടുവരാൻ പറഞ്ഞു.
പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു മൃതശരീരം കൊണ്ടേ ട്യൂണറിലൊക്കെ നടന്നു കഴിഞ്ഞിട്ട് കുടിച്ചിടാൻ കൊണ്ടുവരുന്നുണ്ട്. അത് നിങ്ങൾ കൊണ്ടുവരാൻ പറ. അന്ന് നോക്കട്ടെ. ആ മനുഷ്യൻ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോ നീ വരുന്നുണ്ട്. അതെ എങ്ങനെ എന്താ അവിടെ നിന്നിട്ട് ഒരാള് പറയുന്നു ഇത് ഈ ശവം അങ്ങോട്ട് കൊണ്ടുവരല്ലേ. ആരാത് മാനസാന്തരത്തെ കുറിച്ച് എപ്പോഴും കൊണ്ടുവരാം നോക്കി. അതെ സഹോദര എഴുന്നേറ്റെന്ന് പറ, ഞാൻ ആരാ? പരിചയക്കാണ് കണ്ണങ്ങോ ചാടിയും കൂടെ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു എന്താ ചോദിച്ചേ? ഞാൻ ആരാന്ന് പറ ഇവരോട്. അയാൾ പറഞ്ഞു നീ കർത്താവ് യേശു മാനസാന്തരത്തെ കുറിച്ച് പറയാൻ പ്രത്യേക അഭിഷേകം ചെയ്ത വിൻസെന്റ് ഫെറർ. വിൻസെന്റ് ഫെറർ അയാളോട് ചോദിച്ചു മതിയോ? മതിയേ. ഹല്ലേലൂയ. സഭയുടെ ചരിത്രം. ഹല്ലേലൂയ. 35,000-അധികം മേജർ ഹീലിംഗ് നടത്തിയ വിശുദ്ധനാണ്. 13 അപ്പോസ്തലനെ നടക്കുക. നിങ്ങൾ ഗൂഗിളടിച്ചു നോക്കിയാൽ വീട്ടിൽ ഇവിടെ നിന്ന് പോയി ഫോൺ എടുക്കില്ല, ഗൂഗിളടിക്കുക. വിൻസെന്റ് ഫെറർ ഒരു പാവപ്പെട്ട അച്ഛനെ പൊത്തിയൊന്നാണ്. ഹല്ലേലൂയ. മഹാത്ഭുതങ്ങൾ പെയ്തിറക്കാൻ വലിയ പാപം നിറഞ്ഞ ഒരു സമയമായിരുന്നു ആ സമയത്ത് സ്പെയിനിൽ. പ്രത്യേകിച്ച് 1-ാം കൽപ്പന, പാഷാണ്ഡതകള്, വ്യഭിചാരം. ആ സമയത്താണ് കർത്താവ് വിൻസെന്റ് ഫെററിനെ ഉയർത്തുന്നത്. ഹല്ലേലൂയ. വലിയ അത്ഭുതങ്ങളാ. വിശുദ്ധ അന്തോണീസ് ചെയ്തതിനേക്കാളും വലിയ അത്ഭുതങ്ങൾ ചെയ്ത അപ്പോസ്തലനാണ്. അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തിയാണ് വിൻസെന്റ് ഫെറർ. ഹല്ലേലൂയ. ഈ മനുഷ്യന് ഭയങ്കര ഇഷ്ടം. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ കാത്തിരിക്കണം. നമ്മൾ വലിയ ദാഹത്തോടെ കർത്താവിന്റെ ഓർമ്മയിൽ ആയിരിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ മേൽ ഒരു പുതിയ പെന്തക്കോസ്ത ദൈവം ഇറങ്ങി വരാൻ ദൈവം ഇടവരും. ഹല്ലേലൂയ. ചാടിയിരുന്നേൽക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി പിടിച്ചേ. എല്ലാം പറഞ്ഞ് കർത്താവിനെ ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ സ്തുതി. ഹല്ലേലൂയ. 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 ചില സമയങ്ങളിൽ കൂടെ ഇക്കിള് വരുന്ന, വെള്ളം ഒത്തിരി കുടിച്ചിട്ട് മാറാത്ത രീതിയിൽ ഇക്കിള് വരുന്ന അനുഭവമുള്ള ഒരു വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട അപ്പനെ ഓർത്ത് വേദനിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ആശ്വസിപ്പിക്കുന്നതായി വെളിപ്പെടുന്നു. ഹല്ലേലൂയ. 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 കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിന് ഒരു മഹത്വം കൊടുത്തേ. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഓർക്കുക. ഓർക്കോ നിങ്ങൾ? ഓർക്കോ? നോക്കട്ടെ ബ്രദറെ, അല്ലേ? ഹല്ലേലൂയ. ഓർക്കോ നിങ്ങള്? ഓർക്കണോ? ഓക്കെ. ഓക്കെ, നമുക്കൊന്ന് മുട്ടുകുത്താം. കരങ്ങൾ കർത്താവിന് മുമ്പിൽ തുറന്ന് യാചന രൂപത്തിൽ പിടിക്കുക. നമ്മുടെ മനസ്സിൽ ഓർമ്മയിൽ കൊണ്ടുവരിക. ദിവ്യകാരുണ്യത്തിൽ ഈശോ ഇരിക്കുന്നത് മനസ്സിൽ കൊണ്ടുവരിക. നമ്മളിപ്പോൾ കർത്താവിന്റെ ബലിപീഠത്തിന്റെ തിരുസന്നിധിയിലാണെന്നുള്ള ബോധ്യത്തോടെ ആയിരിക്കും. കർത്താവെ, നിന്നെ ആരാധിക്കാൻ ഞങ്ങളായിരിക്കും. ദൈവമേ, അങ്ങയുടെ സന്നിധിയിലായതുകൊണ്ടാണ് ഞങ്ങൾക്ക് വചനം സ്വീകരിക്കാൻ സാധിച്ചത്, സൗഖ്യം സ്വീകരിക്കാൻ സാധിച്ചു.
തിരുവോസ്തിരൂപനായി മാനവകുലത്തെ മുഴുവൻ വിശുദ്ധീകരിക്കുവാൻ, മനുഷ്യകുലത്തെ മുഴുവൻ തൃപ്തിപ്പെടുത്തുവാൻ ഇറങ്ങി വന്ന സ്വർഗത്തിന്റെ അപ്പമായ കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവ്, ദിവ്യകാരുണ്യമായ യേശുവേ, അങ്ങ് ഞങ്ങളിലേക്ക് കടന്നു വന്ന ഈ ദിവസം ഞങ്ങൾ പ്രത്യേകം അങ്ങേക്ക് നന്ദി പറയും. അങ്ങയുടെ സാപത്ത് ദിനത്തിൽ അങ്ങേ ഉൾക്കൊള്ളുവാൻ മഹാവിരുന്നൊരുക്കി കാത്തിരുന്ന ദൈവമേ, യേശുവിനെ സ്വീകരിച്ച് ഉൾക്കൊണ്ട് അങ്ങേ സ്തുതിക്കുവാൻ ഞങ്ങളെ അനുവദിച്ച സ്നേഹമേ നന്ദി പറയും. കർത്താവിന്റെ തിരുശരീര രക്തത്താൽ ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കും. സുശേഷം 28:18 സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കും. 20-ാം വാക്യം പറയുന്നു, യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. വിശുദ്ധ കുർബാനയിൽ ദിവ്യകാരുണ്യത്തിൽ ഞങ്ങളുടെ മരണം വരെ ഞങ്ങളോട് കൂടെ ആയിരിക്കുകയും അതിനുശേഷം അങ്ങയോട് കൂടെ ആയിരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുക. ദൈവമേ, നിരവധിയായ നന്മകൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ നീ സമ്പന്നമാക്കി. ഒത്തിരി അനുഗ്രഹം നൽകി ഞങ്ങളെ അവിടുന്ന് ജ്വലിപ്പിച്ചു. കർത്താവെ, പലപ്പോഴും നന്ദി പറയാതെ കടന്നുപോയിട്ടുണ്ട്. കർത്താവെ, പലപ്പോഴും അങ്ങേ വിസ്മരിച്ചു പോയിട്ടുണ്ട്. പലപ്പോഴും ദിവ്യകാരുണ്യം വസിക്കുന്ന ആലയമാണ് എന്ന് മറന്ന് പലപ്പോഴും ദൈവമേ, നിനക്ക് പ്രീതികരമല്ലാത്ത വഴിയിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ട്. നിന്നെ മഹത്വപ്പെടുത്താത്ത കാര്യങ്ങൾ സംസാരിച്ചു പോയിട്ടുണ്ട്. നിന്നെ മഹത്വപ്പെടുത്താത്ത, നിനക്ക് മഹത്വം നൽകാത്ത ഇടങ്ങളിലൂടെ നടന്നിട്ടുണ്ട്. കർത്താവ്, മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കും. കർത്താവിന്റെ തിരുസന്നിധിയിൽ നമുക്ക് എളിമയോടെ നമ്മുടെ കരങ്ങൾ നമ്മുടെ ശിരസിൽ ഒന്ന് കമിഴ്ത്തി വെച്ച് നമുക്ക് പ്രാർത്ഥിക്കും. ലൂക്കാ 24:51 ഈശോ കരം നീട്ടി അനുഗ്രഹിച്ചു. അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ സ്വർഗത്തിലേക്ക് മറഞ്ഞു. മനുഷ്യൻ അവസാനമായി ദൈവത്തെ കണ്ടത് അനുഗ്രഹിക്കുന്ന ദൈവത്തെയാണ്. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ ആ ചിത്രം നിറഞ്ഞു നിൽക്കുന്നു. അങ്ങ് അനുഗ്രഹിക്കുക മാത്രം ചെയ്യുന്ന ദൈവമാണ്. കർത്താവ്, ഞങ്ങളുടെ ആ കരങ്ങൾ ശിരസിൽ കമിഴ്ത്തി വെച്ച് അങ്ങയുടെ മുറിവേറ്റ കരം ഈ കരത്തോടൊന്ന് ചേർത്ത് വെക്കണം. അങ്ങയുടെ രക്തം ഞങ്ങളുടെ ശിരസിലൂടെ ഞങ്ങളുടെ ഉള്ളങ്കാല് വരെ ഒഴുകട്ടെ. കർത്താവ്, അങ്ങയുടെ തിരുമുറിവിൽ തുടങ്ങുന്ന രക്തത്താൽ ഞങ്ങളെ പരിപൂർണമായും കഴുകി തുടച്ച് വിശുദ്ധീകരിക്കണേ. കർത്താവെ, അങ്ങയിൽ നിൽക്കുവാൻ നിലനിൽപ്പിന്റെ വരം ഞങ്ങൾക്ക് നൽകണേ. പാപം ചെയ്യാൻ കൊതിക്കുന്ന ഞങ്ങളുടെ ഈ ശരീരത്തെ മുറിവേറ്റ കർത്താവെ, മുറിവ് നിറഞ്ഞ കർത്താവെ, അങ്ങയുടെ ശരീരത്തോട് ഞങ്ങൾ ചേർത്ത് വയ്ക്കുന്നു. കർത്താവെ, അങ്ങയുടെ മുറിവേറ്റ ശരീരത്തോട് ചേർന്ന് നിന്ന് കൂടുതൽ കൂടുതൽ വിശുദ്ധിയിൽ വളരുവാൻ ഈശോയെ ഞങ്ങളെ സഹായിക്കുക. ഈശോയെ ഞങ്ങളെ ബലപ്പെടുത്തുക. ത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവെ, ശരീരത്തിൽ നിന്നും പാപത്തെ ദൂരീകരിക്കുന്ന ഒരു പ്രത്യേക ഒരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണം. ഈശോയുടെ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ പെന്തക്കോസ്തയെ, ഒരു ബുദ്ധൻ അഭിഷേകമായി ഞങ്ങളിൽ നിറയണം. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ. 2000 വർഷം മുമ്പ് പുതിയ പെന്തക്കോസ്തയായി 120 പേരുടെ മേൽ ഇറങ്ങി വന്ന സ്വർഗത്തിന്റെ അഗ്നിയെ, സ്വർഗത്തിന്റെ കൊടുങ്കാറ്റെ ഞങ്ങളുടെ മേൽ അങ്ങ് നിറയണം. ആത്മാവേ, ഞങ്ങളിൽ അങ്ങ് നിറയണമേ. ആത്മാവെ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ആന്തരിക മനുഷ്യരെ ബലപ്പെടുത്തണമേ. പാപത്തിന് വേണ്ടി കൊതിക്കുന്ന ഞങ്ങളുടെ ശരീരത്തിൽ നിന്ന് പാപത്തെ വലിച്ചു പറിച്ച് ദൂരെ എറിയണേ. മത്തായി 15:13 കർത്താവ് പറഞ്ഞു, എന്റെ പിതാവ് നടാത്ത ചെടികളൊക്കെ പിഴുതു മാറ്റപ്പെട്ടു. ഈ 2 കരങ്ങളും കർത്താവിന്റെ മുൻപിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി, ആത്മാവിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി എല്ലാ മക്കളും ചേർന്നൊന്ന് സ്തുതിച്ചേ.
എല്ലാവരും ചേർന്ന് ലോകം ആരാധിക്കുന്നേ ആരാധിക്കുന്നേ പരിശുദ്ധമേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി തിരുകുമാരന്റെ സന്നിധിയിൽ മാധ്യസ്ഥം വഹിച്ച നല്ല അമ്മേ, അമ്മയ്ക്ക് ഞങ്ങൾ പ്രത്യേകം നന്ദി പറയും. അമ്മ ഞങ്ങളുടെ കൂടെ ആയിരിക്കണേ. അമ്മയുടെ നീലക്കാപ്പയ്ക്കകത്ത് ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. ആത്മീയ ഭൗതിക അപകടങ്ങളിൽ പെടാതിരിക്കുവാൻ അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങളെ എടുത്തു വെക്കണം. കർത്താവിന്റെ തിരുസന്നിധിയിൽ എപ്പോഴും ഞങ്ങൾക്ക് വേണ്ടി അമ്മ മാധ്യസ്ഥം വഹിക്കണം. ഒരുമിച്ച് പ്രാർത്ഥിച്ച്, എത്രയും ദയുള്ള മാതാവേ, ഈശോമിശിഹായുടെ മുഴുവൻ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരും സ്തുതിയോടുത്ത് ഈശോ മിശിഹായ്ക്കും ഇപ്പോഴും എപ്പോഴും എല്ലാവരും സ്തുതിയോടുത്തെ പുറകിലേക്കൊക്കെ തിരിഞ്ഞ് ഹല്ലേലൂയ. യേശുവേ നന്ദി. സന്തോഷാണോ? സുഖാണോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുവദിക്കുമെങ്കിൽ നമുക്ക് ഇനിയും പ്രാർത്ഥനയിലും അല്ലാതെയും നമുക്ക് ഒരുമിച്ച് കാണാം, ഒരുമിച്ച് കണ്ടുമുട്ടാം. ഹല്ലേലൂയ. ഹല്ലേലൂയ.